ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 6 വരെയുള്ള വാക്യങ്ങളായിരുന്നു നാം പഠിച്ചത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ ഒരു വിഭജനം ഞാനൊന്ന് പറയാം. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് സുവിശേഷം വേഴ്സസ് മതം. ക്രിസ്തുവില്ലാത്തതെല്ലാം ചപ്പും ചവറുമാണ് എന്ന് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലെ ക്രിസ്തീയ ഓട്ടത്തെക്കുറിച്ച് പറയുന്നു. നമുക്ക് വേണമെങ്കിൽ പോളിന്റെ ജീവചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം. ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പുള്ള ജീവിതവും ക്രിസ്തുവിനെ അറിഞ്ഞപ്പോഴും ഇനി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന അവസ്ഥയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രിസ്തുവിനെ അറിയുന്നതിനുള്ള ജീവിതം അത് മതത്തിൻ്റെതായിരുന്നു. ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷമുള്ളത് സുവിശേഷത്താലുള്ള ജീവിതം. നമ്മൾ 3:17 മുതൽ 21 വരെ 2 തരത്തിലുള്ള ആൾക്കാരെയാണ് കാണുന്നത്. ഒന്ന് ക്രൂശിനെ പിന്തുടരുന്നവരും രണ്ടാമത് ക്രൂശിന്റെ ശത്രുക്കളായിരിക്കുന്നവരും. അവരുടെ വഴി രണ്ടാണ്. ഒന്ന് അവർ ഒന്നാമത്തെ വിഭാഗം ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, രണ്ടാമത്തെ വിഭാഗം സ്വർഗത്തിലുള്ളത് ചിന്തിക്കുന്നു. അവരുടെ അവസാനവും രണ്ടാണ്. ഒന്നാമത്തെ ആളിന്റെ അല്ലെങ്കിൽ ഒന്നാമത്തെ കൂട്ടരുടെ അവസാനം എന്ന് പറയുന്നത് നാശം, രണ്ടാമത്തെ കൂട്ടരുടെ അവസാനം എന്ന് പറയുന്നത് നിത്യജീവൻ ആണ്. നമ്മൾ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പഠിച്ചത് ആദ്യത്തെ വാക്യത്തിൽ പറയുന്നത് കർത്താവിൽ സന്തോഷിപ്പിൻ. ഫിലിപ്പിയ ലേഖനത്തിന്റെ മുഖ്യ വിഷയം എന്നുള്ള സന്തോഷിപ്പിൻ എന്നാണ്. തടവറയിലെ അവസ്ഥയിലായിരുന്നിട്ടും പൗലോസ് താൻ സന്തോഷം കണ്ടെത്തുകയും ക്രിസ്തുവിലുള്ള സന്തോഷം, കർത്താവിൽ, ആ ഒരു പ്രധാന പദം നമ്മൾ ഓർത്തിരിക്കണം. കർത്താവിലാണ് എല്ലാ സന്തോഷവും ഉള്ളത്. അപ്പം പൗലോസ് താൻ കർത്താവിൽ സന്തോഷിക്കും, അതുപോലെ ഫിലിപ്പിയരോട് സന്തോഷിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് നമ്മളോട് എല്ലാവരോടും. ഫിലിപ്പിയ സഭ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടങ്ങളിലൂടെയും പ്രയാസം കൂടെ കടന്നു പോകുന്ന സഭ. പൗലോസ് അപ്പോസ്തലൻ സുവിശേഷത്തിന് വേണ്ടി ഇപ്പോൾ ബന്ധനത്തിലായിരിക്കുകയാണ്. പക്ഷെ ഫിലിപ്പിയ സഭ അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി പീഡനത്തിലൂടെ കടന്നു പോകുന്ന ഒരു സഭയാണ്. അതുപോലെ നമ്മൾ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വളരെ കഷ്ടതയിലും മഹാദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ജനം, അല്ലേ? അങ്ങനെയുള്ള ഒരു ജനതയാണ്. അവരോട് പറയുകയാണ് സന്തോഷിപ്പീൻ എന്ന് പറയുന്നു. രണ്ടാമത്തെ വാക്യങ്ങളിൽ നാം കാണുന്നു ദുരുപദേഷ്ടാക്കന്മാരെ സൂക്ഷിപ്പീൻ എന്ന് പറയുന്നത്. സന്തോഷിക്കണം, ദുരുപദേഷ്ടാക്കന്മാരെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അത് തമ്മിൽ റിലേറ്റ് ചെയ്യുമ്പം കാണുന്നത് നമ്മൾ പഠിച്ചത് ദുരുപദേഷ്ടാക്കന്മാരുണ്ട്, നിങ്ങൾ അവരെ സൂക്ഷിക്കണം, നിങ്ങളുടെ നടുവിൽ തന്നെയുണ്ട്. പക്ഷെ കർത്താവിൽ സന്തോഷിക്കുകയാണെങ്കിൽ ആ സന്തോഷത്താൽ അവരെ നമുക്ക് എതിർക്കുവാനല്ല, അവർ നമ്മെ ആക്രമിക്കാനായിട്ട് വരികയില്ല. അവരുടെ ഉപായം നമ്മൾ ഫലിക്കയില്ല. അവരെ നമ്മൾ ഒരു വിധത്തിലും എൻഗേജ് ചെയ്യുവാനായിട്ട് ഇടയായി തീരത്തില്ല എന്നാണ് നമ്മൾ അവിടെ പഠിച്ചത്. കർത്താവിൽ സന്തോഷിക്കുക, അവിടെ പറഞ്ഞ കർത്താവിന്റെ സന്തോഷം നിങ്ങളുടെ സുരക്ഷയാണ്. ആ സന്തോഷമുള്ളവർക്ക്, കർത്താവിൽ സന്തോഷം എന്ന് പറയുന്നത് കർത്താവിൽ വസിക്കുക എന്നുള്ളത്, അല്ലെ? കർത്താവിൽ വസിക്കുന്നവരെ ഒരു വിധേനയും ദുരുപദേഷ്ടാക്കന്മാർക്ക് അവരുടെ വശത്താക്കുവാൻ കഴിയുകയില്ല. അത് കഴിഞ്ഞ് നമ്മൾ 4 മുതൽ 6 വരെയുള്ള 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു യഥാർത്ഥ പരിച്ഛേദനക്കാർ ആരാണെന്ന് പറഞ്ഞു. ക്രിസ്തുവിൽ ആശ്രയിക്കുകയും ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുകയും ചെയ്യുന്ന, അല്ലെ? അവരാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ. യഹൂദ മതാനുസാരികൾ തങ്ങൾ പരിച്ഛേദനക്കാർ എന്ന് പറയുമ്പോൾ പൗലോസ് പറയുകയാണ് അത് പുറമേയുള്ള പരിച്ഛേദന മാത്രമേ ഉള്ളൂ. അവരുടെ ഒരു അവയവം മുറിച്ചു കളയുന്നു, അവരത് പ്രശംസിക്കുന്നു, പക്ഷെ അകത്ത് ഹൃദയത്തിന് പരിച്ഛേദന ഏറ്റിട്ടില്ല എന്ന് പറയുകയാണ് ചെയ്തത്. നാമല്ലോ പരിച്ഛേദനക്കാർ, ക്രിസ്തുവിനോട് ചേർന്നവരാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ. പുറമേയുള്ള പരിച്ഛേദനയല്ല, അകമേയുള്ള ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ് യഥാർത്ഥ പരിച്ഛേദന. റോമാലേഖനം പറയുന്നു അക്ഷരത്തിലുള്ള ആത്മാവിന്റെ പരിച്ഛേദനയത്ര യഥാർത്ഥ പരിച്ഛേദന എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ താൻ ക്രിസ്തുവിലേക്ക് വരുന്നതിനു മുമ്പേ തൻ്റെ പദവികളെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തനിക്ക് ലാഭമായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. മതത്തിലുണ്ടായിരുന്ന തൻ്റെ ആ ഒരു പദവികളെക്കുറിച്ച് പറയുന്നു. നമുക്ക് 7-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 7-ാമത്തെ വാക്യം, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു.
ഒരു കാലത്തെ താൻ ഈ കാര്യങ്ങളൊക്കെ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തുവായിരുന്നു, അഞ്ചിന്റെ അഞ്ചും ആറും പറഞ്ഞത്, മൂന്നിന്റെ അഞ്ചും ആറും പറഞ്ഞ്, എട്ടാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ചു പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചു, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ചു അനിന്യൻ. ഒരു യഹൂദൻ എന്ന നിലയിൽ തനിക്ക് നേടുവാൻ കഴിയാവുന്ന എല്ലാ ആ ഒരു പദവികളും താൻ അനുഭവിച്ചു എന്നാണ് താൻ പറയുന്നത്. നമ്മളത് ഏഴ് കാര്യങ്ങളിൽ അത് നാല് കാര്യങ്ങൾ എന്ന് പറയുന്നത് താൻ യഹൂദനായതുകൊണ്ട് തനിക്ക് ആ ആ ജനനത്താൽ ലഭിച്ചതും, മറ്റേത് മൂന്നെണ്ണം താൻ പ്രമാണത്തിൽ നിന്നും നേടിയതും തൻ്റെ അനുഭവങ്ങളാൽ തൻ്റെ കഴിവിനാൽ നേടിയതുമാണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളുടെ ജനനപരമായതും കർമ്മപരമായ ഒരു കാര്യങ്ങളും ക്രിസ്തുവിലോട്ട് വരുമ്പോൾ അതെല്ലാം ചപ്പും ചവറുമാണ്. എന്താ പൗലോസ് ഇവിടെ പറയുകയാണ്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നു, ആ ലാഭമായിരുന്നു മുഴുവൻ ഇപ്പോൾ ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ക്രിസ്തു നിമിത്തമാണ് ഇതെല്ലാം താൻ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നത്. ഇതെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ ക്രെഡിറ്റ് ആയിരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ ഒരിക്കൽ വിശ്വസിച്ചിരുന്നു. അത് സാധാരണ എല്ലാ യഹൂദന്മാരെയും പോലെ തന്നെ താനും അങ്ങനെ തന്നെ വിചാരിച്ചു. താൻ ഇതെന്തെങ്കിലും നേടി ഇത് ഇങ്ങനെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ചെയ്യുക, ന്യായപ്രമാണത്തിൽ അതിനായി ചേരുകയാണെങ്കിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മതപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ക്രെഡിറ്റ് ആയി തീരുമെന്നും, അതുപോലെ തന്നെ നീതിയിലേക്ക് നടത്തുമെന്ന്, ന്യായപ്രമാണത്തിന്റെ നീതിയാണ് ഏറ്റവും വലിയ നീതി എന്ന് താൻ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിതെല്ലാം ചെയ്യുന്നു, അതുകൊണ്ട് ദൈവം എന്നെ അംഗീകരിക്കണം എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതമൊക്കെ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ, നമ്മളും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ക്രിസ്തുവിനെ കണ്ടപ്പോൾ തൻ്റെ ജീവിതത്തിന് ഒരു കംപ്ലീറ്റ് ഒരു മാറ്റം വന്നു. ഒരു 360 ഡിഗ്രി യു ടേൺ ആണ്. പൂർണ്ണമായും താനെ പഴയതിൽ നിന്ന് പൂർണ്ണമായും മാറിയിട്ട് ക്രിസ്തുവിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതവും നമുക്ക് വേണമെങ്കിൽ ഈ വാക്യങ്ങളൊക്കെ കൂടി ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പേ പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയായിരുന്നു, ക്രിസ്തുവിനെ കണ്ടതിന് ശേഷം തന്റെ ജീവിതം എന്തായി തീർന്നു എന്നൊക്കെ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. പൗലോസ് മനസ്സിൽ തനിക്കെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ക്രിസ്തുവിനെ കണ്ടതിന് ശേഷം എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി മാത്രമായി എൻ്റെ ജീവിതം ക്രിസ്തു മാത്രമായി എന്ന് പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. തനിക്ക് നേരത്തെ എല്ലാം ഉണ്ടായിരുന്നു. ഒരു യഹൂദൻ എന്ന നിലയിൽ തനിക്ക് വേണ്ടാമായിരുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ തനിക്ക് ഒന്ന് മാത്രമില്ലായിരുന്നു, ക്രിസ്തു മാത്രം ഇല്ലായിരുന്നു അല്ലേ. രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു മാത്രം മതി എന്ന് പഠിപ്പിക്കുന്ന പൗലോസ് അല്ലേ, അത് മാത്രം മതി. പക്ഷെ അങ്ങനെ പഠിപ്പിച്ചിരുന്നപ്പോൾ തനിക്ക് എല്ലാം ഒരു ന്യായപ്രമാണത്തിലെ എല്ലാ കാര്യങ്ങളും അനുഷ്ഠിപ്പാനും യഹൂദൻ എന്ന നിലയിൽ തനിക്ക് എല്ലാ പദവികളും ഉണ്ടായിരുന്നിട്ടും തനിക്ക് രക്ഷയ്ക്ക് വേണ്ടി വേണ്ടുന്ന ഒരു കാര്യം മാത്രമില്ലായിരുന്നു. അത് ഒരു കാര്യമേ ഉള്ളൂ, അതില്ലായിരുന്നു. ക്രിസ്തു മാത്രം മതി എന്നുള്ള ഇല്ലായിരുന്നു, വെറും മതഭക്തി മാത്രമായിരുന്നു. പൗലോസ് ഇപ്പോൾ പറയുകയാണ്, തനിക്ക് ലാഭമായിരുന്നതൊക്കെ ഇപ്പോൾ നഷ്ടമെന്ന് ഞാൻ എണ്ണുന്നു എന്ന് പറയുന്നു. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തുമിത്തം ഛേദം നഷ്ടമെന്ന് എണ്ണിയിരിക്കുന്നു. അത് എങ്ങനെയാണ് പൗലോസിന് നഷ്ടമായി തീർന്നത്? ആ പഴയ കാര്യങ്ങളെല്ലാം ആ യഹൂദൻ എന്ന നിലയിലും പരീശൻ എന്ന നിലയിലും ന്യായപ്രാണത്തിന്റെ നീതി പിന്തുടരുന്നവർ എന്ന രീതിയിലും പല കാര്യങ്ങളും പൗലോസിന് ക്രിസ്തുവിനെ കാണുന്നതിൽ നിന്ന് തടസ്സമായി നിൽക്കണം. അപ്പോൾ ക്രിസ്തുവിന്റെ സമകാലികനായി ജീവിച്ചതാണ് പൗലോസ് അപ്പോസ്തലൻ. അനേകർ ക്രിസ്തുവിലേക്ക് വന്നെങ്കിലും തൻ്റെ എന്താ പറയുന്ന ആ മതഭക്തി നിമിത്തം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ഉപദ്രവിക്കാനായിട്ട് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു സഭയെ ഉപദ്രവിക്കുന്നുള്ള ശുഷ്കാന്തി നിമിത്തം കണ്ണ് അടഞ്ഞുപോയി. മതഭ്രാന്ത് മൂലം അല്ലെങ്കിൽ പൗലോസിനോട് അഗ്രിപ്പാവ് പറയുന്നുണ്ട്, നിനക്ക് നിന്റെ വിദ്യാബഹുലത്തിൽ നീ ഭ്രാന്തി പിടിച്ചിരിക്കുന്നെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെ ഒരു മതഭ്രാന്ത് മൂലം താനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ഉപദ്രവിക്കാനായിട്ട് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്രിസ്തുവിനെ താൻ കണ്ടില്ല, മതഭ്രാന്തും മതഭക്തിയും മാത്രമായിരുന്നു ഉള്ളത്. അപ്പൊ നമ്മൾ 3:9 ഫിലിപ്പിയരുടെ 3:9 കാണുന്നു, ഞാൻ
ന്യായപ്രമാണത്തിലുള്ള എൻ്റെ സ്വന്തം നീതി സ്ഥാപിക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. ഞാൻ ഒന്ന് വായിക്കാം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിനുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലെ വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതിയിൽ എന്നെ ലഭിച്ചു. നേരത്തെ എനിക്ക് എന്തുവായിരുന്നു? ഞാൻ ന്യായപ്രമാണത്തിലുള്ള നീതി നേടണമെന്നായിരുന്നു. ആ ന്യായപ്രമാണത്തിലുള്ള നീതിക്ക് വേണ്ടി താൻ അതിനെ പിന്തുടർന്നപ്പോൾ തനിക്ക് ക്രിസ്തുവിനെ കാണുവാൻ കഴിയാതെയായി. ക്രിസ്തുവിനെ കണ്ടില്ല. അപ്പം ന്യായപ്രമാണം പഠിക്കുമ്പോൾ ആണെങ്കിൽ, നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോഴൊക്കെയും ക്രിസ്തു അതിൽ നിറഞ്ഞു നിൽക്കുന്നല്ലേ. ഓരോ അധ്യായങ്ങളും ഓരോ പുസ്തകങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തു അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അത് കാണുവാനായിട്ട് ആ ഹൃദയം ഇട്ട അവസ്ഥയിലായിരുന്നു ആയിരുന്നത്. അപ്പം അത് ആ സ്വന്തം നീതി സ്ഥാപിക്കാനാണ്, ന്യായപ്രമാണത്തിന്റെ എല്ലാ പ്രവൃത്തികളും അനുകരിപ്പാനായിട്ട്, ന്യായപ്രമാണത്താൽ അനിന്ദനായി തീരുവാനായിട്ട്, ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്ദനായി തീരുവാനായിട്ട് താൻ തന്നാലാവോളം ശ്രമിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ നീതിയെ തടഞ്ഞു. ക്രിസ്തുവിന്റെ നീതിയിൽ നമ്മുടെ ഒരു ആവശ്യവുമില്ല, വെറും വിശ്വാസം മാത്രം മതി, അല്ലെ? അപ്പൊ തൻ്റെ പ്രവൃത്തിയാൽ ന്യായപ്രമാണത്തിന്റെ നീതി താൻ സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ക്രിസ്തുവിനെ കാണുന്നതിനും ക്രിസ്തുവിന്റെ നീതിയിലായിത്തീരുന്നതിനും തടസ്സമായി നിന്നു. അതുപോലെ തന്നെ താൻ ദൈവകോപത്തിന് ഇരയായി തീർന്നു. നമുക്ക് അങ്ങനെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യായപ്രമാണത്തിലെ എല്ലാ കാര്യങ്ങളും അനുസരിച്ചാൽ ശ്രമിച്ചാലും ഒരു കാര്യത്തിൽ തെറ്റു പറ്റിപ്പോയാൽ മുഴുവൻ തെറ്റുകാരനായി തീർന്നു. അപ്പം ന്യായപ്രമാണം ഒരു കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ അത് ശാപമായി തീരും, അത് നാശമായി തീരും. യാക്കോബ അപ്പോസ്തലന്റെ പുസ്തകം ഇങ്ങനെ പറയുന്നുണ്ട്, 2:10, ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. അപ്പൊ ആ സകലത്തിനും കുറ്റക്കാരൻ, ഒന്നിൽ തെറ്റിയാൽ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ശാപത്തിന് ഇരയായിത്തീരുന്നു, അല്ലെ? ഒരിക്കലും നീതി ലഭിക്കുവാനായിട്ട്, ദൈവത്തിൽ നിന്നുള്ള നീതി ലഭിക്കുവാനായിട്ട് കഴിയും. മുഴുവൻ അനുസരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൽ നിന്നുള്ള ന്യായപ്രമാണത്തിലുള്ള നീതി ലഭിക്കുകയുള്ളൂ, അല്ലെ? കർത്താവ് മാത്രമേ ഉള്ളൂ ആ ന്യായപ്രമാണത്താലുള്ള നീതി. ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകാന്ന് പറഞ്ഞ് വേറെ ആരും ന്യായപ്രമാണം മുഴുവനായും അനുസരിച്ച്, അങ്ങനെയുള്ളവർക്കൊക്കെ എല്ലാം ശാപമാണ്. അപ്പോൾ ദൈവത്തിന്റെ ആ ദൈവകോപത്തിന് താൻ ഇരയായി തീർന്നു. തൻ്റെ ഒരു യഹൂദൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പരീശൻ എന്ന നിലയിൽ തൻ്റെ കുറ്റമറ്റ നീതി പോലും ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ ശാപമായി തീരുകയാണ് ചെയ്തത്. പൗലോസ് ഇപ്പോഴും പറയുകയാണ്, ഇങ്ങനെയെല്ലാം താൻ ലാഭമായി വിചാരിച്ചു നോക്കുകയും തനിക്ക് ഇപ്പോൾ ചവറാണ്, ഭക്ഷിപ്പാൻ കൊള്ളാത്തതാണ്, അല്ലെങ്കിൽ പിടിച്ചുകൊള്ളുവാൻ കഴിയാത്തതാണ്, മാലിന്യങ്ങൾ വേസ്റ്റ് കൊട്ടയിൽ ഇടാനായിട്ടുള്ളതല്ലേ. ഇതിന് എല്ലാം പകരമായി പൗലോസിന് ലഭിച്ചത് ക്രിസ്തു എന്ന നിധിയാണ്. ക്രിസ്തു എന്ന നിധി നമുക്ക് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ കാണുവാൻ എടുക്കണ്ട വയലിൽ നിധി കൊണ്ട് ഒരു മനുഷ്യന്, വലിയൊരു നിധി കണ്ട ഒരു മനുഷ്യന് അതെല്ലാം വിറ്റിട്ട്, തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ നിധി വാങ്ങിക്കാനായിട്ട് പോയതന്നെ. അപ്പൊ ആ നിധിയുടെ വില കണ്ടത് മൂലം തനിക്കുള്ളതിനെയൊക്കെ ലാഭമായിട്ട് ക്രിസ്തു എന്ന നിധിയെ കണ്ടപ്പോൾ പൗലോസ് തനിക്ക് ലാഭമായിരുന്നു ഒക്കെ ഇപ്പോൾ ഛേദമെന്ന് എണ്ണുന്നു. അതിന് ക്രിസ്തുവിന് വേണ്ടി തനിക്ക് ലാഭമെന്ന് ഒരു നാൾ താൻ തോന്നിയത്, ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പേ തനിക്ക് ഇതെല്ലാം ലാഭമായിരുന്നു, അതെല്ലാം താൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മൾക്കും മതഭക്തിയുണ്ട്, കുടുംബ പാരമ്പര്യമുണ്ട്, അല്ലേ? നമ്മൾ നല്ല കുടുംബത്തിൽ ജനിച്ചു, കുട്ടിക്കാലം മുതൽ പള്ളിയിൽ പോകുന്നുണ്ട്, സൺഡേ സ്കൂൾ പഠിച്ചു, സ്നാനപ്പെട്ടു, കുർബാന കൊള്ളുന്നു, മദ്യം ഉപയോഗിക്കുന്നില്ല, മറ്റ് ബാഡ് ഹാബിറ്റ്സ് ഒന്നുമില്ല, ആരെയും ഉപദ്രവിക്കുന്നില്ല, ആർക്കും ഭാരമായി തീരുന്നില്ല. ഇതൊക്കെ നമ്മുടെ ക്രെഡിറ്റ്സ് ആയല്ലേ? പക്ഷേ ഇതൊന്നും ക്രിസ്തുവിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും നമ്മുടെ ഏറ്റവും ഒരു നല്ല ദിവസം നമ്മൾ പറയും, ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ദൈവത്തോട് കൂടിയിരിക്കാനായിട്ട് ഒക്കും, ചില ദിവസങ്ങളിലൊക്കെ മനസ്സില്ല, ചില സമയം ഉറക്കം വരും, ചില സമയം പല പല കാര്യങ്ങളാൽ നമ്മുടെ മനസ്സ് വിഷമിപ്പിച്ചിരിക്കും. പക്ഷെ നമ്മുടെ ഏറ്റവും ഒരു നല്ല ദിവസത്തെ പോലും കർത്താവിന്റെ മുമ്പിൽ വെച്ചാൽ അത് നല്ലതായിട്ട്, ദൈവത്തിന് മുമ്പിൽ നല്ലതായി കണക്കാവാൻ നമുക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് ധൈര്യത്തോടെ പറയാമോ, അല്ലേ? അങ്ങനെ പോലും നമുക്ക് പറയാനായിട്ട് ഇല്ല. ഒരു എത്ര നല്ല ദിവസമായാൽ പോലും ക്രിസ്തുവിന്റെ നീതിയിൽ നമ്മളെ രക്ഷിച്ചതോർക്കുമ്പോൾ നമ്മുടെ ഒരു പ്രവൃത്തിയും ക്രിസ്തുവിന്റെ മുമ്പിൽ, ആ നീതിയുടെ മുമ്പിൽ ഒന്നുമല്ല. പൗലോസ് പറയാണ്, എനിക്കെല്ലാം ഉണ്ടായിരുന്നു, എങ്കിലും എനിക്കിപ്പോൾ ക്രിസ്തു മാത്രം മതി. പലപ്പോഴും നമ്മൾ പാടാറുണ്ട്, എന്നെ യേശു മാത്രം മതി, യേശു മാത്രം മതി എന്ന്. പക്ഷെ നമുക്ക് ആത്മാർത്ഥമായി ഒന്ന് പറയുവാനായിട്ട് കഴിയുമോ? എനിക്ക് യേശു അല്ലാതെ ഈ ജീവിതത്തിൽ ഒന്നും വേണ്ട. ഇപ്പോഴും നമ്മൾ മുഴുവനും, എൻ്റെയും കൂടെ കാര്യമായി, പലപ്പോഴും നമ്മൾ പലതും മുറുകെ പിടിക്കുന്നുണ്ട്, അല്ലേ?
കർത്താവ് മാത്രം മതിയെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ? നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് മാത്രം മതിയെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ? ആം, ക്രിസ്തു മാത്രം മതിയെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം ക്രിസ്തുവിന് വേണ്ടി ത്യജിക്കേണ്ടി വരും. പലപ്പോഴും ഇപ്പോൾ നമുക്കതൊന്നും ത്യജിക്കാൻ കഴിയത്തില്ല, അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാത്തിൻ്റെയും സമയം കഴിഞ്ഞിട്ട് ബാക്കി സമയം കുറച്ച് ക്രിസ്തുവിന് കൊടുക്കാം. അതിനും വേണമെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട്, അല്ലേ? ഏറ്റവും വലുത് എനിക്ക് ആരാ? എനിക്ക് കുടുംബം, മക്കള്, വീട്ടിലെ കാര്യങ്ങൾ, ജോലി എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ബാക്കി സമയം മാത്രം ദൈവത്തിന് കൊടുക്കാം, അല്ലേ? പോളിനെ പോലെ ദൈവരാജ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെയുള്ളവർക്കാണ് ദൈവപ്രസാദം ലഭിക്കുന്നത്. തീമത്യോസിന്റെ ലേഖനത്തിൽ പൗലോസ് തീമത്യോസിന് എഴുതുന്ന 2 തീമത്യോസ് 2:11-12-13 വാക്യങ്ങളിൽ പറയുന്നു, നാം അവനോട് കൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. മരിക്കാൻ തയ്യാറാണോ? സഹിക്കുന്നു എങ്കിൽ നാം കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം യോഗ്യമാകുന്നു. നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ നാം കൂടെ ജീവിക്കും. 3:8 മുതൽ താൻ പറയുന്നുണ്ട്, ക്രിസ്തുവിനെ നേടിയതിനു ശേഷം തനിക്ക് ലഭിച്ചത്. ക്രിസ്തു എന്ന നിധിയാണ് ലഭിച്ചത്. കൊലോസ്യ ലേഖനത്തിൽ താൻ പറയുന്നു, ക്രിസ്തുവിൽ നിങ്ങൾ സമ്പൂർണ്ണരാണ്. ക്രിസ്തു അല്ലാതെ നമുക്ക് വേറെ ഒന്നും വേണ്ട. ക്രിസ്തു ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ട്. ക്രിസ്തു ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല. പലരും മതഭക്തിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഓടി നടക്കുന്നുണ്ട്. ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ക്രിസ്തുവില്ലാത്ത ജീവിതം, മതത്തിന് വേണ്ടി ഓടുമ്പോഴും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓടുമ്പോഴും ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാനുള്ള സമയം, ക്രിസ്തുവിൽ നിന്ന് പ്രാപിപ്പാനുള്ള സമയം വെറുതെ കളയുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിന് വേണ്ടി എല്ലാം ചെയ്യുന്നു. പക്ഷേ ക്രിസ്തു ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ക്രിസ്തുവിനോട് കൂടെയാണോ ഇതെല്ലാം ചെയ്യുന്നത്? 8-ാമത്തെ വാക്യം, അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. 7 താൻ എന്നാ പറഞ്ഞേ? ഞാൻ ക്രിസ്തു നിമിത്തം എല്ലാം ചവറെന്ന് എണ്ണിയിരിക്കുന്നു. അത് പൗലൂസിന്റെ പാസ്റ്റ്. ഇപ്പൊ പറയുകയാണ്, അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും പ്രസന്റ്, ഇപ്പോഴും ഞാൻ എല്ലാം ഛേദമെന്ന് എണ്ണും. ദമസ്കോസിൽ വെച്ച് കർത്താവിനെ കണ്ടുവെത്തിയത് മുതൽ തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാം താനെ അത് ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ഇപ്പോഴും ക്രിസ്തു മൂലം താൻ എല്ലാം ഛേദമെന്ന് എണ്ണുകയാണ് ചെയ്യുന്നത്. ഇത് ഒറ്റത്തവണത്തെ തീരുമാനമില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ പല പ്രാവശ്യം തീരുമാനം എടുക്കും, അല്ലേ? ഒറ്റത്തവണ, 2 തവണ, 3 തവണയൊക്കെ നാം തീരുമാനം എടുക്കും. പക്ഷെ ജീവിതത്തിലുടനീളം എല്ലാ ദിവസവും ജീവിതകാലം മുഴുവൻ നമുക്ക് ഈ തീരുമാനം എടുക്കുവാൻ കഴിയുമോ? അത്രയുമല്ല, ഇവ മാത്രമല്ല, മോർ ദാൻ ദാറ്റ്. 5-6 അല്ലെങ്കിൽ 4 മുതൽ 6 വരെയുള്ളതിലെ യോഗ്യതകൾ മാത്രമല്ല, സകലവും ക്രിസ്തു നിമിത്തം താൻ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രക്ഷയ്ക്കായി ക്രിസ്തുവിനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെക്കുറിച്ചുള്ള ശ്രേഷ്ഠതയുണ്ടായി. അത് നിമിത്തം തനിക്ക് ലാഭമായിരുന്നൊക്കെയും താൻ ഛേദമായി എണ്ണി. നമുക്ക് നഷ്ടപ്പെടുത്തുവാൻ അധികം കാണുകയില്ലായിരുന്നോ? നമ്മൾ എന്നാലും ക്രിസ്തു പലതും നഷ്ടപ്പെടുത്തുവാനായിട്ട് നാം തയ്യാറാകുന്നില്ല. പക്ഷെ പൗലോസ് നഷ്ടപ്പെടുത്തിയത് അനേകം കാര്യങ്ങളാണ്. താൻ ആരായിരുന്നു? സന്നിധി സംഘത്തിലെ ഒരു ഉയർന്ന പദവി ഉണ്ടായിരുന്നു പൗലോസിന്. പരീക്ഷ പദവി ഉണ്ടായിരുന്നു. മതപരമായ എല്ലാ പദവികളും ഉണ്ടായിരുന്നു. അതെല്ലാം ക്രിസ്തു നിമിത്തം താൻ ഛേദമെന്നെണ്ണി. കുടുംബം നഷ്ടമായി, കുടുംബാംഗങ്ങളെ നഷ്ടമായി, കുടുംബങ്ങൾ മുഴുവൻ കൈയൊഴിഞ്ഞു, സ്വത്തുക്കൾ മുഴുവൻ നഷ്ടമായി. തൻ്റെ പിതാവിന് വലിയ ബിസിനസ് ഉണ്ടായിരുന്ന ആൾ, ധനികരായിരുന്നു. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ കൂടാരപ്പണി ചെയ്താണ് ശുശ്രൂഷ ചെയ്തത്. അപ്പം താൻ ഉപയോഗിച്ചില്ല. തനിക്കെല്ലാം നഷ്ടമായി തീർന്നു. നമുക്കറിയാം, അവസാനത്തെ തൻ്റെ ലേഖനമുണ്ടല്ലോ, 2 തീമത്യോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ തീമത്യോസിനോട് പറയുകയാണ്, ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചു പോയ പുതപ്പും പുസ്തകങ്ങളും വിശേഷ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. തീമത്യോസ് പൗലോസിനെ കണ്ടില്ലെന്നാ പറയപ്പെടുന്നത്, ചരിത്രം പറയപ്പെടുന്നത്. നീ പുതപ്പും കൂടെ കൊണ്ടുവരാം. ഞാൻ അവിടെ മറന്നു വെച്ച ശീതകാലമാ,
മറന്നു വെച്ച പുതപ്പും കൂടെ കൊണ്ടുവന്ന് കയ്യിലൊരു പുതയ്ക്കാനൊരു പുതപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. എല്ലാം എന്തുകൊണ്ട്? ധനികനായിരുന്ന ഒരു ആളിന്റെ മകൻ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നവൻ, ക്രിസ്തു നിമിത്തം സകലവും ഛേദമെന്ന് അല്ലെങ്കിൽ ചവറെന്ന് എണ്ണി തനിക്കുള്ളതെല്ലാം നഷ്ടമായി. യഹൂദ എന്ന നിലയിൽ തനിക്കുള്ള സുരക്ഷ നഷ്ടപ്പെട്ട് നമുക്കറിയാം. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലെ ഒത്തിരി ഉപദ്രവങ്ങളെ എടുക്കുന്നില്ല, ഒത്തിരി ഉപദ്രവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഉപദ്രവമേറ്റു, കല്ലേറ് കൊണ്ടു, യഹൂദന്മാരാൽ പോലും 5 വട്ടം, 1 കുറേ 40 അടി 5 വട്ടം കൊണ്ടെന്നാ പറയുന്നത്. യഹൂദന്മാരെ, താൻ യഹൂദനായിരുന്നു എന്നിട്ട് പോലും യഹൂദന്മാര് തന്നെ സംരക്ഷിക്കേണ്ടവർ തന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അപ്പൊ എത്ര അടി കൊണ്ടു, അതെല്ലാം എന്തിനു വേണ്ടിയാ? ക്രിസ്തുവിന് വേണ്ടി താൻ സഹിച്ചു. ലോകത്തിനു മുമ്പിൽ താൻ തൻ്റെ ഒരു മാനം നഷ്ടപ്പെട്ടു. പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരാ സാധാരണ ചങ്ങല ധരിക്കുന്നത്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഒരു ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ഞാൻ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. തനിക്ക് നഷ്ടമായി, ക്രിസ്തു നിമിത്തം സകലവും തനിക്ക് നഷ്ടമായി. പക്ഷെ അതിനെല്ലാം പൗലോസ് അപ്പോസ്തലൻ നഷ്ടപ്പെട്ടതെല്ലാം ക്രിസ്തു നിമിത്തം അത് ഛേദമെന്ന്, അതെല്ലാം ലാഭമാണ് ഇപ്പൊ പൗലോസിന്. തനിക്ക് പണ്ട് ലാഭമായിരുന്നല്ല ഇപ്പം ലാഭം. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് താൻ ലാഭമായി കണ്ടു. ഇവിടെ പറയുന്നു ഛേദമെന്ന് എണ്ണുന്നു. നഷ്ടമായി എന്ന് പറയാം, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി, അറിഞ്ഞുകൊണ്ട് താൻ ഉപേക്ഷിച്ചു. തനിക്കിതെല്ലാം മുറുകെ പിടിക്കാമായിരുന്നു അല്ലേ? എല്ലാം മുറുകെ പിടിക്കാമായിരുന്നു. ഒന്നും തനിക്ക് വിട്ട് കളയാൻ തനിക്ക് കഴിവുണ്ടായിരുന്നു. എല്ലാം മുറുകെ പിടിക്കാനുള്ള കഴിവുണ്ടായിരുന്നിട്ടും പക്ഷെ താൻ അതെല്ലാം വിട്ട് കളയുകയാണ് ചെയ്തത്. എന്തുകൊണ്ട്? ക്രിസ്തു നിമിത്തം തനിക്ക് ലാഭമായിരുന്നു ഒക്കെയും താൻ ക്രിസ്തു നിമിത്തം ചെയ്തതെന്ന് എണ്ണുന്നു. ചവറായി എണ്ണുന്നതാണ് പറയുന്നത്. ചാണകം എന്നാണ് ഗ്രീക്കിൽ പറയുന്നത്. വിസർജ്യം, വെറുപ്പോടെ മൂക്ക് പൊത്തുന്ന ഒരു സാധനമായിട്ട് ഈ ലോകത്തിലെ വലിയ പദവികളെ പൗലോസ് അപ്പോസ്തലൻ ഒരു വിസർജ്യത്തെ പോലെ, മൂക്ക് പൊത്തുന്ന ഒരു വിസർജ്യം പോലെ കരുതുകയാണ് ചെയ്യുന്നത്. നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ എങ്ങനെയാ പറയുന്നത്? മനുഷ്യന്റെ നീതി പ്രവൃത്തികളൊക്കെയും ദൈവത്തിന് മുമ്പിൽ പുരണ്ട തുണി പോലെയാകുന്നു. നമ്മുടെ ഏത് നീതി പ്രവൃത്തികളും, നമ്മൾ എന്ത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞാലും ക്രിസ്തുവില്ലാത്ത ജീവിതത്തിലെ അതെല്ലാം നമ്മുടെ നീതി പ്രവൃത്തി പുരണ്ട തുണി പോലെയാണ്. പക്ഷെ നമ്മുടെ റോമലേനല്ല എഫീസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, നാം ദൈവത്തിന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം അത് ചെയ്തു പോരേണ്ട ദൈവം മുന്നേറിയിരിക്കുന്നു. ക്രിസ്തുവില്ലാത്ത ജീവിതത്തിലെ നമ്മുടെ പ്രവൃത്തികൾ മുഴുവൻ കറപുരണ്ട തുണികൾ പോലെയും ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നാം ചെയ്യുമ്പോൾ അതെല്ലാം സൽപ്രവൃത്തികളായിട്ട് ദൈവസന്നിധിയിൽ എണ്ണപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് വ്യത്യാസം നോക്ക്. ക്രിസ്തുവില്ലാതെ നമ്മൾ മതത്തിന് വേണ്ടി എന്തു ചെയ്താലും അത് കറപുരണ്ട തുണികളാണ്. പക്ഷെ ക്രിസ്തുവിനോട് കൂടെ നാം ചെയ്താലേ, ക്രിസ്തുവിലുള്ള പ്രവൃത്തികൾ ചെയ്താൽ, നമ്മൾ പറയുന്ന രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ, നമ്മുടെ രക്ഷാപ്രവൃത്തിവാദത്തിൽ കൊണ്ടുവരുമ്പോൾ ആ പ്രവൃത്തികളെല്ലാം സൽപ്രവൃത്തികളായിട്ട് എണ്ണുകയാണ് ചെയ്യുന്നത്. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. നാം അത് ചെയ്തു പോരാൻ ദൈവം മുന്നൊരുക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്, നാം ക്രിസ്തുവിനു വേണ്ടി ചെയ്യുവാനായിട്ട്. എന്തിനാണിപ്പോൾ ഇതെല്ലാം ചവറെന്നെണ്ണിയത്? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. ദ എക്സലൻസ് ഓഫ് ദ നോളജ് ഓഫ് ദ ക്രൈസ്റ്റ് ജീസസ്. ആ ക്രിസ്തുവിനെ അറിയുന്നതിന്റെ ശ്രേഷ്ഠത കൊണ്ട്, ആ ക്രിസ്തുവിനെ അറിയുന്നതാണ് തനിക്ക് ഏറ്റവും വലിയ ശ്രേഷ്ഠത. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ക്രിസ്തുവിനെ അറിയുന്നതിന്റെ ശ്രേഷ്ഠതയാണ് ഏറ്റവും വലുതെന്ന് താൻ മനസ്സിലാക്കി. താൻ ചിന്തിച്ചെന്നല്ല ഞാൻ പറയുന്നത്, താൻ മനസ്സിലാക്കി. അതൊരു അറിവാണ്, അത് അനുഭവത്തിൽ നിന്നുള്ള അറിവാണ്. POC ബൈബിളിൽ ഞാൻ ഇന്ന് വാക്യം വായിക്കാം. ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ് ചെയ്യുന്നത്. അപ്പം ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് ലോകത്തിൽ ഏറ്റവും വിലയുള്ളതെന്ന് പൗലോസ് മനസ്സിലാക്കി. അതുകൊണ്ട് തനിക്ക് മുമ്പ് ലാഭമായിരുന്നതൊക്കെയും താൻ ഇപ്പോൾ അത് ചവറെന്ന് എണ്ണുന്നു. ഇവിടെ പറയുന്നത് ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ് ചെയ്യുന്നത്. ടു നോ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ അറിയുക, വെറും തലച്ചോറിലെ അറിവല്ല.
ഡീപ്പായിട്ടുള്ള ഇൻറ്റിമേറ്റ് ആയിട്ട് ക്രിസ്തുവിനെ അറിയുക. ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആഴമായ ബന്ധത്തിൽ അറിവും പോലെ വ്യക്തിപരമായ സ്നേഹപരിപൂർണമായ ഒരു അറിവിനെ കുറിച്ചാണ് പറയുന്നത്. പറയുന്ന ശ്രേഷ്ഠമാണ്, മറ്റൊന്നിനേക്കാളും മറ്റൊന്നിനോടും താരതമ്യം ചെയ്യുവാൻ കഴിയാത്തതാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവെന്ന് പറഞ്ഞ മുമ്പ് പറഞ്ഞതുപോലെ മാത്യു 13:45-46 കർത്താവ് പറയുന്ന സ്വർഗരാജ്യത്തിന്റെ കുറിച്ചൊരു ഉപമ പറയുമ്പോൾ അവിടെ പറഞ്ഞ സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. മത്തായി സുവിശേഷം 13:45-46. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ആ ഒരു നല്ല മുത്ത് അന്വേഷിച്ച് നടന്ന ഒരു വ്യാപാരി ഒരു നല്ല മുത്ത് കണ്ടപ്പോഴേ അത് തനിക്ക് ഏറ്റവും വിലയേറിയതെന്ന് മനസ്സിലായപ്പോൾ തനിക്കുള്ളതെല്ലാം, വ്യാപാരിയാ, ഭയങ്കര ധനികനാ, തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ മുത്തിനു വേണ്ടി ആ വില കൊടുക്കുവാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. അതുപോലെ പൗലോസും ഇതുപോലെ ക്രിസ്തുവിനെ കണ്ടപ്പോൾ, ക്രിസ്തുവിലെ നിധി കണ്ടപ്പോൾ, അവരിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്ന പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞതില്ലേ, ക്രിസ്തുവിനെ കണ്ടപ്പോൾ, അവന്റെ നിധി കണ്ടെത്തിയപ്പോൾ അത് തനിക്ക് ഏറ്റവും ലാഭമായി തോന്നി. ആ ക്രിസ്തുവിലാണ്, ക്രിസ്തുവിലാണ് വിലയേറിയ മുത്ത് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞത്. ബാക്കിയെല്ലാം കല്ലും മണ്ണുമായി ഈ ലോകത്തിലെല്ലാം ചവറായി പൗലോസ് അപ്പോസ്തലൻ എണ്ണുകയാണ് ചെയ്യുന്നത്. അപ്പം ക്രിസ്തുവിനെ അറിയുക. ഇപ്പം പൗലോസ് ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് ക്രിസ്തുവിനെ അറിഞ്ഞു, 30 വർഷമായി ക്രിസ്തുവിനെ സേവിക്കുന്നു. ഇപ്പോഴും പൗലോസ് പറയുകയാണ്, എനിക്ക് ക്രിസ്തുവിനെ കൂടുതൽ അറിയുന്നു. നമുക്കും അതുപോലെയല്ലേ, ക്രിസ്തുവിനെ അറിയുന്നവർ കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നു. അവരിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. ഈ അറിവ് എവിടെ വരെ ആയിരിക്കണം? നിത്യത മുതൽ നിത്യത മുതൽ നിത്യത വരെ നമ്മൾ തുടരുന്നതാണ്. അത് നമ്മളെ ക്രിസ്തുവിനെ അറിഞ്ഞ നാൾ മുതൽ ഇത് നമ്മൾ അവസാനിക്കുന്നത് വരെ, കർത്താവിന്റെ വരവ് വരെയോ അതുപോലെ തന്നെ നാം ദൈവത്തിങ്കിലേക്ക് ചേർക്കപ്പെടുന്ന നാൾ വരെ ഇത് തുടരുന്നതാണ്. ഒരിക്കൽ കർത്താവിനെ അറിഞ്ഞു, ഞാൻ കുറച്ചു കാലം ബൈബിൾ സ്റ്റഡി ചെയ്തു, അല്ലെങ്കിൽ ഞാൻ കുറെ വാക്യമൊക്കെ പഠിച്ചു, ഇനി എനിക്ക് ഓർമ്മയില്ല, ബുദ്ധിയില്ല, ബോധമില്ല എന്നൊക്കെ പറയുകയല്ല ചെയ്യുന്നത്. ഓരോ ദിവസവും പഠിക്കുക, പരിജ്ഞാനം പ്രാപിക്കുക. നമുക്കറിയാം, ഓരോ വാക്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് വായിക്കുന്ന ആ ഒരു അറിവല്ല, നമ്മൾ ഒരേ വാക്യം തന്നെ പിറ്റേ ദിവസം വായിക്കുമ്പോൾ ഓരോ ദിവസവും ആ ഓരോ വചനത്തിലും ആ പരിജ്ഞാനമാണ്. അത് നമുക്ക് ദൈവം ഓരോ ദിവസവും വെളിപ്പെടുത്തി തരുന്നതാണ്. ഖനി കുഴിച്ചെടുക്കുന്നത് പോലെ ക്രിസ്തു എന്ന ഖനി നാം കുഴിച്ചെടുക്കേണ്ടതാണ്. ഓരോ ദിവസവും ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ എത്രത്തോളം പരിജ്ഞാനമാണ് നാം പ്രാപിക്കുന്നത്. ക്രിസ്തുവിനെ അറിയുക എന്നത് ഒരു പേഴ്സൺ എന്ന നിലയിൽ ഇൻറ്റിമേറ്റ് ആയിട്ട് അറിയുക, ക്രിസ്തുവിന്റെ വഴികൾ അറിയുക, ക്രിസ്തുവിന്റെ കൂട്ടായ്മ അറിയുക, അവനെ അനുഭവിക്കുക, ക്രിസ്തു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ അറിയുക. ക്രിസ്തുവിനെ അറിയുക എന്ന് ഒരു പേഴ്സൺ എന്ന നിലയിൽ കർത്താവിനെ അറിയുക, ക്രിസ്തുവിലെ വഴികൾ അറിയുക, കൂട്ടായ്മ അനുഭവിക്കുക, ക്രിസ്തുവിന്റെ സ്വഭാവം അറിയുക, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നതിനോട് തട്ടിച്ചു നോക്കുമ്പോൾ മറ്റുള്ളതെല്ലാം വില കുറഞ്ഞതെന്ന് പോളിന് മനസ്സിലായി. അതുകൊണ്ടാണ് പൗലോസ് എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തു നിമിത്തം സകലവും ഛേദമെന്ന് എണ്ണയാണ് ചെയ്തത്. നമ്മൾ ഒന്ന് പറഞ്ഞാൽ, ഒരു ത്രാസിന്റെ അറ്റത്ത് ഒരു സൈഡിൽ ക്രിസ്തുവും മറ്റു സൈഡിൽ ഈ ലോകത്തിലെ മുഴുവൻ ധനവും എടുത്തു വെച്ചാലും ക്രിസ്തുവിന്റെ സൈഡ് ഉയർന്നിരിക്കും. അത്രത്തോളം വലുതാണ് ക്രിസ്തു. ക്രിസ്തുവിനോട് തട്ടിച്ചു നോക്കുവാൻ വേറെ ഒന്നുമില്ല, ഈ ലോകത്തുള്ളത് ഒന്നുമല്ല. എവിടെ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത് പ്രസന്റ് ടെൻസ് ആണ്. എപ്പോഴും അത് ജീവിതാവസാനം വരെ ഒരിക്കൽ തീരുമാനമെടുക്കുന്നതല്ല, അന്ത്യം വരെ അതേ തീരുമാനമായി തന്നെ ആയിരിക്കണം. ദിവസവും നാം ആ തീരുമാനം പുതുക്കേണ്ടതാണ്. റെക്കൺ, നമ്മൾ റോമാലയത്തിൽ പറയുന്ന റെക്കൺ, കൗണ്ട് എവരി ഡേ, റെക്കൺ യുവർ സെൽഫ്, കൗണ്ട് എവരി ഡേ. ഓരോ ദിവസവും നമ്മൾ ക്രിസ്തുവുള്ള തീരുമാനം, ഇന്നലത്തെ തീരുമാനം ഇന്നലെ ആയിരുന്നു, പക്ഷെ ഇന്നൊരു പുതിയ തീരുമാനം, കർത്താവെ ഇന്നും നിന്റെ ഹിതനുസരിച്ച് ജീവിക്കാനുള്ള കൃപ തരണമേ, ക്രിസ്തു മാത്രം മതിയെന്ന് നമ്മുടെ ജീവിതത്തിൽ എന്നും എണ്ണുവാനായിട്ട് കഴിയണം. ഒരിക്കലും ഒരു തീരുമാനം എടുത്ത് പിറ്റേ ദിവസം നമ്മുടെ തീരുമാനം മാറാൻ പാടില്ല. എല്ലാ ദിവസവും
ദിവസവും കർത്താവെ ഇന്ന് ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കുന്നതും വിചാരിക്കുന്നതും പോലെ അല്ല ഓരോ ദിവസവും നമ്മൾ എഴുന്നേറ്റ് ഓ ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാം, അല്ല, സാഹചര്യങ്ങൾ മാറിപ്പോകാം, കാര്യങ്ങൾ മാറിപ്പോകാം. പക്ഷേ ഓരോ ദിവസവും നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കാൻ എനിക്ക് കൃപ തരണമേ, അങ്ങയെക്കുറിച്ച് പഠിക്കുവാൻ എനിക്ക് കൃപ തരണമേ, എൻ്റെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ, എൻ്റെ ഹൃദയത്തിലെ മൂടുപടം മാറ്റിക്കളയണമേ, ആ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് കർത്താവിന്റെ സന്നിധിയിലിരുന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരും. പൗലോസ് പലപ്പോഴും പറയുന്നുണ്ട്, കർത്താവ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ? ഞാൻ സംസാരിക്കുമ്പോൾ പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരണം. വചനം അറിയാഞ്ഞിട്ടാണോ? ക്രിസ്തുവിനെ അറിയാഞ്ഞിട്ടാണോ പൗലോസ് അങ്ങനെ പറയുന്നത്? അല്ല, ഓരോ ദിവസവും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വചനം പറയുമ്പോൾ ദൈവം വചനത്തിന്റെ വാതിൽ തുറന്നു തരണം. നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ ദൈവം തുറക്കണം. വചനം അറിയുവാനുള്ള, പലപ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ അത് അടഞ്ഞിരിക്കുകയായിരിക്കാം. നമുക്ക് കർത്താവെ അത് മനസ്സിലാക്കാനുള്ള കൃപ നമുക്ക് തരണേ, നമുക്ക് ഓരോ ദിവസവും പ്രാർത്ഥിക്കാം, ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മൾ ഓരോ ദിവസവും നമ്മെ തന്നെ ശോധന ചെയ്യണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. നമ്മൾ ജീവിതത്തിൽ എന്താണ് ഇപ്പോൾ വിലയുള്ളതായിട്ട് തീർന്നിരിക്കുന്നത്? ക്രിസ്തുവാണോ നമ്മുടെ ജീവിതത്തിൽ വിലയുള്ളത്? നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക, നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുക. കർത്താവിനെ കുറിച്ച് പൂർണ്ണ മഹത്വത്തിൽ അറിയണമെങ്കിൽ പലതും നാം ത്യജിക്കണം. എവരി കൺവേർഷൻ ഹാസ് എ ലോസ്. നമ്മൾ ക്രിസ്തുവിനെ അറിയുമ്പോൾ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നാം വന്നാൽ നമുക്ക് തീർച്ചയായും ഒരു നഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നാം ലാഭമെന്ന് തോന്നിയിരുന്ന കാര്യങ്ങൾ അത് നഷ്ടമാണ്. അത് നമുക്കത് ത്യജിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയുവാനായിട്ട് കഴിയുകയില്ല. പൗലോസ് ന്യായപ്രമാണത്തിന്റെ നീതി അന്വേഷിച്ച് മുമ്പോട്ട് പോയി. ന്യായപ്രമാണത്തിന്റെ നീതി എന്താ? അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെല്ലാം തൻ്റെ ആ ഒരു എബിലിറ്റിക്ക് അനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ ക്രിസ്തുവിനെ കാണുന്നത് തടഞ്ഞു. ക്രിസ്തു അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ ക്രിസ്തുവിനെ തൻ്റെ പ്രവൃത്തിയാൽ തനിക്ക് സാധിക്കുമെന്ന് വിചാരിച്ചതിനാൽ ക്രിസ്തുവിനെ കാണാതെ കണ്ണ് മങ്ങിപ്പോയി. നാമും അതുപോലെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിലും പലപ്പോഴും നമ്മൾ പലതിനെയും മുറുകെ പിടിക്കുന്നതുകൊണ്ട് ക്രിസ്തുവിന്റെ പരിജ്ഞാനം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ലൂക്കോസ് 14:26-27 വാക്യങ്ങളിലെ കർത്താവ് പറയുന്നുണ്ട്, ആ കർത്താവിന്റെ അടുക്കൽ വരുന്നവൻ ചിലതൊക്കെ ഉപേക്ഷിച്ചാലേ ഒക്കത്തുള്ളൂ, ഉപേക്ഷിച്ചില്ലെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഞാൻ പറയുന്ന കേവലം ഒരു വിശ്വാസി എന്ന് പറയുന്നതിലപ്പുറമായി ഒരു ക്രിസ്തു ശിഷ്യനായി വളരുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ശിഷ്യന്മാർ എങ്ങനെയാ? കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് തന്നോടുകൂടി ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിനും അയക്കണം. എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിവില്ല. നമുക്ക് ഓരോരുത്തരോട് സുവിശേഷം പറയാം, അത് കുഴപ്പമില്ല. ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് തന്നോടുകൂടെ, ആദ്യം പറയുന്ന കാര്യം തന്നോടുകൂടെ ഇരിക്കാന്. കർത്താവ് ഈ ലോകത്ത് കുറെ വിശ്വാസികളെ ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത്. ആ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് എല്ലാവരോടും സുവിശേഷം പറഞ്ഞ് അവരെ ശിഷ്യരാക്കിക്കൊള്ളുവിനെന്നാ പറഞ്ഞത്. നമ്മളെ ശിഷ്യത്വത്തിലേക്കാണ് വിളിച്ചത്. വേറെ കുറഞ്ഞൊരു വിശ്വാസി എന്ന രീതിയിൽ ഇരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചേക്കുന്നത്. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മളെ വിശ്വാസി എന്ന രീതിയിലല്ല കർത്താവ് വിളിച്ചേക്കുന്നത്. നമ്മെ ശിഷ്യത്വത്തിന്റെ അനുഭവത്തിലേക്കാണ് കർത്താവ് വിളിച്ചേക്കുന്നത്. നമുക്ക് വായിക്കാം 14-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 26-27 വാക്യങ്ങൾ. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ആരെയൊക്കെയാണ്? അപ്പനെ, അമ്മയെ, ഭാര്യയെ, മക്കളെ, സഹോദരന്മാരെ, സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ. ഇവരെ ആരെയും കളയണമെന്നല്ല പറഞ്ഞത്, ഇവരെയൊക്കെ വേണം. പക്ഷേ ക്രിസ്തുവിലധികമായി ഇവരെ ആരെയും സ്നേഹിപ്പാനായിട്ട് കഴിയുകയില്ല. 27, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. 33, അങ്ങനെ തന്നെ നിങ്ങൾ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. കർത്താവ് പറഞ്ഞതാ, ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു.
നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം അവനെ തള്ളിപ്പറയുന്നുവെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നമ്മുടെ ജീവിതത്തിലൊന്ന് നോക്കിയേ, എത്ര സമയമാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? 24 മണിക്കൂർ ദൈവം കനിഞ്ഞ് നമുക്ക് തന്നതാ. എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്. നമ്മൾ എത്ര സമയം ദൈവത്തോട് കൂടെ ഇരിക്കും? നമുക്ക് ജോലി ചെയ്യണം, നമുക്ക് വീടുണ്ട്, നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അതൊക്കെ അതിനൊന്നുമില്ല, നമ്മൾ ജോലത്തിൽ ജയിക്കും, നമുക്ക് ഇതെല്ലാം വേണം. പക്ഷേ ഞാൻ കർത്താവ് ചോദിച്ചു, നീ ഇവയിലധികമായി ആ മീൻ പിടിച്ചു കൂട്ടിയിട്ടിരിക്കുക, ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പത്രോസിനോട് ചോദിച്ചല്ലേ. നമ്മുടെ മറ്റുള്ള കാര്യത്തിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. എനിക്കറിയാം ഇവിടെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന എല്ലാവരും ക്രിസ്തുവിനെ നല്ലോണം സ്നേഹിക്കുന്നവരാ. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഈ ബൈബിൾ സ്റ്റഡിക്ക് വരുന്നത്. പല സോണുകളിലിരുന്ന്, പല സമയങ്ങളിലിരുന്നു കൊണ്ട്, നാട്ടിലിരുന്ന് ഇവിടുത്തെ സമയം അനുസരിച്ച് വചനം കേൾക്കുന്നവരാ. എല്ലാവരും പല സ്റ്റേറ്റിലായിരിക്കുന്നവരാ. എല്ലാവരും പലതും ത്യജിച്ചിട്ടാ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി നമ്മെ തന്നെ ത്യജിക്കുവാനായിട്ട് കഴിയുമോ? അങ്ങനെ തന്നെ നിങ്ങൾ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. വിട്ടുപിരിയുന്നില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നമുക്ക് സമയമുള്ളപ്പോൾ മാത്രം കർത്താവിൻ്റെ അടുക്കൽ വരികയും ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ സമയം കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ കേവലം ഒരു വിശ്വാസി തന്നെയാണ്. നമ്മൾ നമ്മൾ അതിനുവേണ്ടി ക്രിസ്തുവിലേക്ക് വരുമ്പോൾ പലതും നാം ത്യജിക്കേണ്ടതായിട്ട് വരും. ത്യജിക്കാൻ സന്നദ്ധമാകുമോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഒരു കാലത്ത് ലാഭമായി തന്നെ നമുക്ക് ആയിത്തീരും. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം എത്രയെന്ന് നമുക്കറിയില്ല. ഓരോ ദിവസവും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അത് ഇന്ന് ജീവിച്ചിരിക്കുന്നത് നാളെ കാണുകയില്ല. പക്ഷേ ഇതുവരെ മുറുകെ പിടിച്ച സാധനങ്ങൾ, ഇതുവരെ എനിക്ക് ലാഭമായിരുന്നെന്ന് ഞാൻ ഈ മുറുകെ പിടിച്ച്, ക്രിസ്തു ഉണ്ട് എൻ്റെ കൂടെ, പക്ഷേ ക്രിസ്തുവിനോട് കൂടെ ഞാൻ പലതും മുറുകെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ആശുപത്രി കിടക്കയിലായാൽ അതെല്ലാം അവിടെ കിടത്തിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. നാം വെറും നഷ്ടമായി, എല്ലാം നഷ്ടമായി പോയും. പക്ഷെ ക്രിസ്തു ഉണ്ടെങ്കിൽ നമുക്ക് വേറൊന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ അവനിൽ സമ്പൂർണരായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ക്രിസ്തുവിനോട് ചേരുക. നമ്മൾ എന്ത് മുറുകെ പിടിച്ചാൽ അത് ഈ ലോകത്തിൽ നാം ഇട്ടേച്ചു പോകേണ്ടതാണ്. നമ്മെ തന്നെ ചിന്തിക്കുക. നമ്മൾ തന്നെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറഞ്ഞതുപോലെ, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്ന നിങ്ങളെ തന്നെ ശോധന ചെയ്യുക, നിങ്ങളെ തന്നെ പരിശോധിക്കുക. യേശു മാത്രം മതിയെന്ന് പാടാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും വരുമ്പോൾ നമുക്ക് യേശു മാത്രം മതിയെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ? നമ്മോട് തന്നെ ചോദിക്കുക. മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചെന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കാറായിട്ടുണ്ട്. പക്ഷേ കർത്താവിൻ്റെ രാജ്യവും നീതി അന്വേഷിച്ച് വരുമ്പോൾ നഷ്ടങ്ങളുടെ കണക്കുകളേ ഉള്ളൂ. ക്രിസ്തുവിലേക്ക് വരുന്നവർക്ക് ലാഭങ്ങളുടെ കണക്ക് പുസ്തകം എഴുതുന്നവർ അനേകരുണ്ട്. പക്ഷേ അവരുടെയൊക്കെ അവസാനം എന്തായി തീരും? നമ്മൾ കർത്താവിലേക്ക് വരുമ്പോൾ നമുക്ക് ലാഭമായിരുന്നതിനെയൊക്കെ നഷ്ടമായിട്ട് എണ്ണണം. പക്ഷേ ഈ ലോകത്തിൽ കഷ്ടങ്ങളും ഉപദ്രവങ്ങളും ഉണ്ട്. അത് ദൈവം പറഞ്ഞിരിക്കുന്നത്, അത് നമുക്ക് വെച്ചേക്കുന്നതാ. പക്ഷേ ഈ കഷ്ടങ്ങളുടെയും ഉപദ്രവങ്ങളുടെയും നടുവിലും ആ സകല ബുദ്ധിയെയും കവിയുന്നൊരു ദൈവ സമാധാനത്താൽ ദൈവം നമ്മെ നിറയ്ക്കും, അല്ലേ? ഉന്മാനം ഉടുപ്പാനും ഉണ്ടെങ്കിൽ മുന്നമേ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ എല്ലാം ലഭിക്കുമെന്ന് പറഞ്ഞത് എല്ലാം ലഭിക്കുമെന്നല്ല, ഈ ലോകത്തിൽ എല്ലാം ലഭിക്കുമെന്നല്ല, ഉന്മാനും ഉടുക്കാനുമുള്ളതെല്ലാം ലഭിക്കുമെന്നാ പറയുന്നത്. പക്ഷെ അതെല്ലാവരും വിട്ട് കളയുമല്ലേ? പൗലോസ് തടവറയിലായിരിക്കും പറയുന്നത്, ഇപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, ഇരിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നാ പറയുന്നത്. ആ ശക്തനാക്കുന്നവൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം ഉണ്ട്. ചങ്ങലയുടെ നടുവിലായിരിക്കുന്നത്, എന്നിട്ടും പറയുക എനിക്ക് ഇപ്പോൾ വേണ്ടതെല്ലാം ഉണ്ടെന്ന് പറയുക. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ മറ്റെല്ലാം ഉണ്ടെങ്കിലും ക്രിസ്തുവിൽ നമ്മുടെ ജീവിതം ശൂന്യമാണ്. പക്ഷേ ഒന്നുമില്ലെങ്കിലും ക്രിസ്തു മാത്രം മതി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരുവാനായിട്ട് സാധിക്കും. അവൻ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തു നിമിത്തം അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ
ഇപ്പോഴുമെല്ലാം ഛേദമെന്ന് എണ്ണിയിരിക്കുകയാണ് ചെയ്തത്. ആ ക്രിസ്തുവിനെ അറിയുന്നതിന്, ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനം അറിയുന്നതിന് മുമ്പേ, പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം അടുത്ത വെറും ജ്ഞാനമല്ല, അനുഭവത്തിൽ അറിയുക, അറിഞ്ഞതാ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ക്രിസ്തുവിനെ അറിയുക എന്ന് പറയുന്ന വെറുതെ ആ തലയ്ക്ക് അകത്തുള്ളതല്ല, ഹൃദയത്തിന്റെ അകത്തേക്ക് മാറിയിട്ട് ആ രക്ഷ, ആ ക്രിസ്തുവിലെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കണം. ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം എനിക്ക് ലാഭമായിരുന്നതൊക്കെ, ഇതുവരെ എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ഛേദമെന്ന് എണ്ണിയിരിക്കുകയാണ് ചെയ്യുന്നത്. 3:9 ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. ഇവിടെ രണ്ട് നീതിയെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ന്യായപ്രമാണത്തിലെ സ്വന്തം നീതി, തൻ്റെ ജീവിതത്തിലെ താൻ ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പേ താൻ അന്വേഷിച്ചത് ന്യായപ്രമാണത്തിലുള്ള നീതിയാണ്. ഇപ്പോൾ വേറൊരു നീതിയാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം സൗജന്യമായി വിശ്വസിക്കുന്ന നൽകുന്ന നീതിയാണ്. അപ്പം ഇവിടെ പൗലോസ് നീതിയെ വസ്ത്രത്തോട് ഉപമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ബി ഫൗണ്ട് ഇൻ ഹിം, അവനെ നേടേണ്ടതിന് അവനോടുകൂടെ ഒന്നായി കാണപ്പെടണം. അതാണ് എൻ്റെ ആഗ്രഹം. ദൈവം നമ്മെ നോക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിലായി കാണപ്പെടണം. കൊലോസ്യർ 3:3 നമ്മൾ വായിക്കുന്നില്ലേ, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ദൈവം നമ്മെ നോക്കുമ്പോൾ ക്രിസ്തുവിലൂടെ നമ്മെ നോക്കുന്നത്, ക്രിസ്തുവിലൂടെയാണ് നമ്മെ കാണുന്നത്. മഴയുള്ള സമയത്ത് ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ അപ്പൻ്റെ കോട്ടിനുള്ളിൽ മറഞ്ഞിരിക്കുന്നത് പോലെ, അപ്പം മഴ പെയ്യുമ്പോഴേ കോട്ടിനുള്ളിരിക്കുന്ന കുഞ്ഞിന് മഴ ഏൽക്കത്തില്ലല്ലേ, ആ കോട്ടിനാ മഴ ഏൽക്കുന്നത്, കുഞ്ഞ് നനയുകയില്ല. അതുപോലെയാണ് നാമും ദൈവകോപത്തിന്റെ മഴ വരുമ്പോൾ നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. ആ കോപമെല്ലാം ക്രിസ്തുവിലേക്കാണ് വരുന്നത്, നമ്മിലില്ല. നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. നാം ക്രിസ്തുവിൽ ഒളിച്ചിരിക്കുന്നവർ, മറഞ്ഞിരിക്കുന്നവർ സുരക്ഷിതരാണ്. ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന നാം ക്രിസ്തുവിലായി തീരണം. എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തുവിലാണ്. ആ ക്രിസ്തുവിലെ നേടുന്നത് മൂലമാണ് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കും. നമ്മൾ എഫെസ്യർ 1:1 നാം ഇങ്ങനെ പഠിച്ചു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും, അവിടെ പറഞ്ഞ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഏതാ? ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു, നമ്മെ ദത്തെടുത്തു, നമ്മെ മുൻ നിയമിച്ചു, അതിക്രമങ്ങളുടെ മോചനം വന്ന വീണ്ടെടുപ്പ് നമുക്ക് തന്നു, ദൈവമക്കൾ എന്ന പദവി നമുക്ക് ലഭിച്ചു, അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടു, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നു. അല്ലേ? ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നമ്മെ നടക്കുമാറാക്കുന്നു. ഇത് ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമാണ്. അതിനു മുമ്പേ ഒന്നും നമുക്കില്ലായിരുന്നു. നമുക്ക് കുറെ കണക്ക് പുസ്തകത്തിൽ, നമ്മുടെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടായിരുന്ന അതിക്രമങ്ങളുടെയും പാപങ്ങളുടെയും ഒരു കൂട്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ലിസ്റ്റായിരുന്നു. അതെല്ലാം മാറിയിട്ട് ക്രിസ്തുവിന്റെ നീതി നമുക്കതെല്ലാം തന്നു. ഇതെല്ലാം ദൈവം എന്തിനാ ചെയ്തത്? കാലസമ്പൂർണതയിൽ ആ ക്രിസ്തുവിൽ നാം പിന്നെയും ഒന്നായി ചേരുക എന്ന വ്യവസ്ഥയ്ക്കായിട്ട് ദൈവം അത് വെച്ചിരിക്കുക. ക്രിസ്തുവിൽ നാം ആയിത്തീരുന്ന, പൗലോസ് പറയുന്ന ഇവിടെ, ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്താലുള്ള നീതിയല്ല, ക്രിസ്തുവിലെ ക്രിസ്തുവിലെ വിശ്വാസം മൂലം നിൽക്കുന്ന രണ്ട് നീതിയാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവിനെ നേടിയത് താൻ നീതിയാലാണ്. ഏത് നീതിയാ? ന്യായപ്രമാണത്തിലുള്ള നീതിയല്ല, ക്രിസ്തുവിലെ വിശ്വാസം മൂലം വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന, ദൈവം വിശ്വസിക്കുന്ന നൽകുന്ന നീതിയാണ് ലഭിച്ചത്. ന്യായപ്രമാണത്തിന്റെ നീതി എന്തുവായിരുന്നു? സ്വന്തം നീതിയാ, അല്ലേ? അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. അതിന്റെ ഉറവിടം എന്തുവാ? എൻ്റെ സ്വന്തമാ, ഞാനത് ഉണ്ടാക്കുന്നതാണ്, ഞാനത് നേടുന്നതാണ്, എൻ്റെ പ്രവൃത്തികൾ മൂലം ഞാൻ നേടുന്നതാണ്. അത് എങ്ങനെയാണ് ലഭിക്കുന്നത്? ന്യായപ്രമാണം ആചരിച്ചിട്ട്, അത് എൻ്റെ കാര്യം, അല്ലെങ്കിൽ സ്വയമായിട്ട് അതിലെ കാര്യങ്ങൾ ചെയ്തിട്ട്. അതിന്റെ ഗുണനിലവാരം പൗലോസ് പറയുന്നത് ഇപ്പൊ എന്തുവാ? അത് ചവറ്, അത് അല്ലെങ്കിൽ കറവരണ്ട തുണി പോലെയാണ്. അതിന്റെ ഫലം എന്തുവാണ്? ദൈവകോപമാണ്, ദൈവത്തിന്റെ ശാപം. കാരണം മുഴുവൻ അനുസരിപ്പാൻ ആർക്കും കഴിയുകയില്ല. മുഴുവൻ അനുസരിക്കാതെ ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി, അല്ലേ? അതുകൊണ്ട് അത് ചവറാണ്, അത് ശാപമായി തീരുകയാണ് ചെയ്യുന്നത്. ഒന്നിൽ തെറ്റിയ ശാപഗ്രസ്തനായി തീരുക. രണ്ടാമത്തെ നീതി എന്തുവാ? ക്രിസ്തുവേശുള്ള വിശ്വാസം മൂലം ദൈവത്തിൽ നിന്നുള്ള നീതി. അതെവിടെ നിന്നാണ് കിട്ടുന്നത്? അതിന്റെ ഉറവിടം എവിടെയാണ്? ദൈവത്തിൽ നിന്നുള്ള നീതിയാണ്. അതെങ്ങനെയാണ് ലഭിക്കുന്നത്?
വിശ്വാസം മൂലമാണ് ലഭിക്കുന്നത്. കൃപയാൽ വിശ്വാസം മൂലം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ദാനമായി കിട്ടുന്നത് കൊണ്ട് നമുക്ക് വിലയില്ലാത്ത, സ്വന്തം അധ്വാനം കൊണ്ട് ലഭിച്ചാലേ തലതിനും വിലയുള്ളൂ, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ അതാ കാണുന്നത്. നമുക്ക് സ്വന്തം വെറുതെ കിട്ടുന്നതിനൊന്നും വിലയില്ല. പക്ഷേ ക്രിസ്തുവിനെ നമുക്ക് വിലയില്ലാതെ കിട്ടിയതാണ്. പക്ഷേ ദൈവം ഒരു വില കൊടുത്തായിരുന്നു. നമ്മൾക്ക് വെറും വിശ്വാസത്താൽ, സിമ്പിൾ ഫെയ്ത്ത് മൂലം നമുക്ക് കിട്ടിയതാണ്, അല്ലേ? അതിന്റെ ഉറവിടം ദൈവമാണ്, ദൈവത്തിൽ നിന്നുള്ളതാണ്. അതെങ്ങനെ ലഭിക്കുന്ന? വിശ്വാസം മൂലം, കൃപയാൽ ലഭിക്കുന്നതാണ്. അതിന്റെ ഗുണനിലവാരം അത് ക്രിസ്തുവിന്റെ പരിപൂർണ നീതിയാണ്. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 5:21 പറയുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടത് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി, നമ്മുടെ നമ്മുടെ ദൈവത്തിന്റെ നീതി നമുക്ക് വേണ്ടി തന്നു. നമ്മുടെ നീതി ക്രിസ്തുവിങ്കലേക്ക് ഇട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതിന്റെ ഫലം എന്തുവാ? ദൈവത്തോടുള്ള സമാധാനം. ക്രിസ്തുവിലുള്ള നീതിയിലുള്ള, അല്ലെ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നീതിയുള്ള ഫലം, അതിന്റെ ഫലമെന്ന് പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനം, നമുക്ക് നിത്യ ജീവൻ ലഭിച്ചു. നമ്മുടെ അക്കൗണ്ട് അങ്ങോട്ട് മാറ്റി ദൈവം. ആ ഒരു അതിന് ഇമ്പ്യൂട്ടേഷൻ എന്ന് പറയും. അത് നമ്മുടെ പാപം ക്രിസ്തുവിന്റെ അക്കൗണ്ടിലേക്ക് ആക്കി തീർത്തു. ക്രിസ്തു നമ്മുടെ ശിക്ഷ ക്രിസ്തുവിന്റെ മേൽ ചുമത്തി. ക്രിസ്തുവിന്റെ നീതി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു. നമ്മുടെ അക്കൗണ്ടിൽ എന്തുവായിരുന്നു? ഞാൻ പറഞ്ഞു, അതിക്രമങ്ങളും പാപങ്ങളും മാത്രമായിരുന്നു നമ്മുടെ അക്കൗണ്ടില്. അത് ഞാൻ പാപിയായ എന്നെ നീതിമാനെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. എൻ്റെ സകല പ്രവൃത്തികളും, എൻ്റെ പാപത്തിന്റെ സകല ഫലവും ക്രിസ്തുവിന്റെ മേലിട്ട്, ആ ക്രിസ്തുവിന്റെ നീതിമാനായ, പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപം അറിയാത്ത ക്രിസ്തുവിന്റെ നീതി എൻ്റെ മേലിട്ടു. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ നീതി ലഭിക്കുന്ന സ്വന്തം പ്രവൃത്തിയാലാണെങ്കിൽ, വിശ്വാസത്താലുള്ള നീതി സൗജന്യമാണ്. വെറും കൈയായിട്ട് കർത്താവിന്റെ അടുക്കലേക്ക് മാത്രം ചെന്നാൽ മതി. ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരു യാചകൻ ഒരു രാജാവിന്റെ അടുത്ത് കൈയും കൂപ്പി ചെല്ലുമ്പോൾ, അല്ലെ കൈ നീട്ടി ചെല്ലുമ്പോൾ, രാജാവ് ഒരു സ്വർണ്ണ നാണയം വെച്ചു കൊടുക്കുന്നത് പോലെ നാമും ദൈവത്തിങ്കിലേക്ക് വെറും കൈയായി ചെല്ലുമ്പോൾ വിശ്വാസത്താൽ നമുക്ക് ആ നീതി ലഭിക്കും. നമ്മുടെ പ്രവൃത്തികളൊന്നും ആവശ്യമില്ല. നാം ചെയ്യേണ്ടത് സ്വന്തം കയ്യിലുള്ളതെല്ലാം ചവറെന്ന് എണ്ണുക, എല്ലാത്തിനെയും ഉപേക്ഷിക്കുക. അത് ഉപേക്ഷിക്കാൻ തയ്യാറാണോ? പലതും നമ്മൾ ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ? മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ ആ ക്രിസ്തുവിലുള്ള ആ നീതി നമുക്ക് ലഭിക്കാൻ പറ്റില്ല. ശൂന്യമായ കൈയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം അടുത്തിയല്ല. ഓരോ ദിവസവും പൗലോസോടെ 3:7 പറഞ്ഞു, എനിക്ക് ലാഭമായതൊക്കെയും നഷ്ടമെന്ന് ഞാൻ എണ്ണി. 3:8 സകലവും ഞാൻ ചവറായി എണ്ണി. 9 എൻ്റെ സ്വന്തം നീതി ഞാൻ ഉപേക്ഷിച്ചു. അപ്പോൾ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന സൗജന്യമായ ദൈവനീതി എനിക്ക് ലഭിച്ചു. അപ്പം എനിക്ക് ആ ക്രിസ്തുവിനെ നേടുന്നതിന് മുമ്പേ പലതും എനിക്ക് ലാഭമായിരുന്നു. ന്യായപ്രമാണത്താലുള്ള, അല്ലെ യഹൂദൻ എന്ന നിലയിലുള്ള, പരീശൻ എന്ന നിലയിലുള്ള അനേകം പദവികൾ തനിക്കുണ്ടായിരുന്നു. അതെല്ലാം തനിക്ക് ഛേദമെന്നെണ്ണ. അപ്പൊ ഇപ്പോഴും 3:8 സകലവും ചവറെന്ന് എണ്ണി ഞാൻ എൻ്റെ സ്വന്തം നീതി ഉപേക്ഷിച്ചു. കാരണം എൻ്റെ പ്രവൃത്തികൾ ഞാൻ നീതീകരിക്കപ്പെടുമെന്ന് ഞാൻ ഒരിക്കൽ വിശ്വസിച്ചിരുന്നു. അതെല്ലാം ഞാൻ ഉപദേശിച്ചു. എൻ്റെ സ്വയത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ചു. ക്രിസ്തുവിലെ വിശ്വാസം മാത്രം ആശ്രയമായി തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ പൗലോസിന് കിട്ടിയ സംഭവമാണ് 10-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ പറയുന്നത്, അവനിലിരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയണം. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് താൻ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണാൻ കാരണം ക്രിസ്തുവിനേക്കുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ആ ചവറെന്നെണ്ണുന്നത്, അല്ലേ? അപ്പൊ ആ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ അതാണ് തനിക്ക് ഏറ്റവും വലുത്. ഈ ലോകത്തിലുണ്ടായിരുന്ന മുഴുവൻ ചവറും താൻ എണ്ണുവാനായിട്ട് കഴിക്കഴിഞ്ഞു. അപ്പൊ സകലതും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവനിൽ ഇരിക്കണം, അല്ലെ? അറിഞ്ഞതുമൂലം ചവറെന്നെണ്ണി അവനിൽ ഇരിക്കണം, അവനോട് കൂടെ ഇരിക്കണം, അവനിലിരിക്കണം, ക്രിസ്തുവിലിരിക്കണം. കൂടെ ഇരിക്കല്ല, അവനിലിരിക്കണം. അനുദിനം ക്രിസ്തുവുമായ കൂട്ടായ്മയിൽ ആയിത്തീരുക, ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് ആയിത്തീരുക. പൗലോസ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 30 വർഷം മുമ്പ്
താൻ 30 വർഷത്തോളം ക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ ആയിരുന്നു അല്ലെ. അറബിയിലൊക്കെ 3 വർഷത്തോളം പോയി ക്രിസ്തുവിനോട് കൂടെ ആയിരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും പൗലോസ് പറയാ, ഞാൻ ക്രിസ്തുവിനെ ഇനിയും അറിയണം, ഇനിയും ഇനിയും എനിക്കറിയണം. ക്രിസ്തുവിനെ അറിയുന്നവർ വീണ്ടും അറിയാനുള്ള ആഗ്രഹമാണ്. നീർത്തോടുകളിലേക്ക് ചെല്ലുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് കൂടാൻ കാംക്ഷിക്കുന്നു അല്ലേ. ആ ഒരവസ്ഥയിലേക്ക് ആയിത്തീരണം. നമുക്കറിയാം, പഴയ നിയമത്തിലും മോസസ് കർത്താവിനോട് കൂടെ ഇരുന്ന എന്നിട്ട് പറയാ, എന്നെ ഒന്ന് അടുത്തറിയണമേ എന്ന് പറയുക അല്ലേ. മോശ കർത്താവിനോട് എത്രനാൾ കൂടെ ഇരുന്നു, എത്രനാൾ കർത്താവിനോടുകൂടെ രാപ്പകൽ വെള്ളവും ആഹാരവും എല്ലാം വെടിഞ്ഞിട്ട് കർത്താവിനോട് കൂടെ ഇരുന്നിട്ട് പറയുക, ഇനിയും എനിക്ക് നിന്നെ അടുത്തറിയണമെന്ന് പറയുക അല്ലേ. അപ്പം നമുക്ക് ആത്മാവുള്ള ദാരിദ്ര്യമാണ് വേണ്ടത്. അപ്പൊ ഇവിടെ ക്രിസ്തുവിൽ ഇരിക്കേണ്ടതിന് ഞാൻ സകല ഉപേക്ഷിച്ചേതമെന്ന് എണ്ണി. അപ്പൊ ഇവിടെ പറയുന്നു, ക്രിസ്തുവിനെ അറിയേണ്ടതിനും അവനിൽ ഇരിക്കേണ്ട, അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെ അറിയുക. അറിവെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള അറിവുണ്ട്. കേട്ടറിവ്, കണ്ടറിവ്, അനുഭവിച്ചറിവ്. പക്ഷെ ഇവിടെ അനുഭവത്തിലുള്ള അറിവിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ 3 രീതിയിൽ പൗലോസ് ക്രിസ്തുവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്നു. 1, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം. 2, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം. 3, അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം. എന്താണ് ഈ ശക്തി? ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇങ്ങനെയാണ് പറയുന്നത് POC ബൈബിളിൽ, അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവന്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവന്റെ മരണത്തോട് താതാത്മ്യം വേണ്ടുന്നതിനും വേണ്ടിയാണ് ഞാൻ ഇതൊക്കെയും ചവറന്നെണ്ണിയത്. നമുക്ക് എഫേസ്യ ലേഖനം 1:19 പറയുന്നുണ്ട്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി. ക്രിസ്തുവിന്റെ ആ ശരീരത്തെ ഉയർപ്പിച്ച, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച, ക്രിസ്തുവിനെ ഉയർപ്പിച്ച ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ എനിക്ക് അറിയണം. അപ്പൊ ദൈവത്തിന്റെ ശക്തിയാലാണ് ക്രിസ്തു ഉയർത്തപ്പെട്ടത്. പാതാള ഗോപുരങ്ങൾ ക്രിസ്തുവിന്റെ ഉയർപ്പിക്കാതിരിക്കാൻ വേണ്ടി തടഞ്ഞപ്പോൾ ദൈവത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ക്രിസ്തു ഉയർത്തപ്പെട്ടു. സകല ശക്തികളും മറ്റുള്ള സകല ശക്തികളും എന്നേക്കുമായി എന്താ പറയുന്നത്, ക്രിസ്തുവിന്റെ കാൽക്കീഴയാക്കി. സകല ശക്തികളും അവനെ കാൽക്കീഴയാക്കി. ദൈവത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച്. അപ്പം ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിന്റെ ആ ശക്തി എങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്? നമുക്കറിയാം, ഈ ലേഖന 3-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുക ആ കർത്താവിന്റെ ശക്തിയല്ല. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിലും പറയുന്നുണ്ട്, ക്രിസ്തുവിനെ മരിച്ചു എന്ന് ഉയർപ്പിച്ചവന്റെ ശക്തി നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചു ഉയർത്തുന്നവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൂടെ നമ്മുടെ മധ്യ ശരീരങ്ങളെയും ജീവിക്കുമെന്ന് പറയുന്നുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനു വേണ്ടിയാണോ നാം കാത്തിരിക്കുന്നത്? അവസാനം നമുക്കൊരു പുനരുത്ഥാനമുണ്ട്. അത് യേശുവിന്റെ ശക്തി, ക്രിസ്തുവിന്റെ ശക്തിയാൽ, അല്ലെ ദൈവാത്മാവിന്റെ ശക്തിയാലാണ് നാം ഉയർക്കപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ശക്തിയുടെ പ്രയോജനം, അല്ലെങ്കിൽ ആ ശക്തി വെളിപ്പെടുന്നത് എവിടെയാണ്? നാം ഓരോ ദിവസവും പാപത്തോടുള്ള യുദ്ധത്തിൽ ദിനം തോറും ആ ശക്തി നമ്മൾ വെളിപ്പെടണം. അവന്റെ പുനരുത്ഥാനത്തെ ശക്തി അറിയണം. നമുക്ക് താഴ്ചയുള്ള നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും, അതിന് ഒരു കുഴപ്പമില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ എല്ലാം രൂപാന്തരപ്പെടും. പക്ഷേ ദിനം ആ ശക്തി നമ്മൾ വ്യാപരിച്ചാൽ മാത്രം, അല്ലേ? റോമാലേഖനം 6:4-6 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായ സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ഇപ്പോൾ നടക്കണം. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. അതുകൊണ്ട് നാം ഇനി പാപത്തിനടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പം ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകണം. ക്രിസ്തുവിന് ഉയർത്തെഴുന്നേറ്റതുപോലെ നാം ഉയർത്തെഴുന്നേക്കണമെങ്കിൽ ഓരോ ദിവസവും നാം മരിക്കണം. നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് നാം ജീവിക്കണം. ഈ പാപത്തോടുള്ള യുദ്ധത്തിൽ നാം ദിനം തോറും പോരാടണം. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മിൽ അങ്ങനെ വ്യാപരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശുശ്രൂഷയിൽ ക്രിസ്തുവിന്റെ സാക്ഷി എന്ന നിലയിൽ ജീവിക്കാൻ കഴിയുന്നതിൽ നാം എപ്പോഴും പോരാടണം. കർത്താവ് പറഞ്ഞല്ലേ ലൂക്കോസ് 14-ാം അധ്യായത്തിൽ, എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ ക്രൂശെടുത്ത് അനുഗമിക്കണം. അതുമല്ല, എനിക്ക് പകരമായി അപ്പനെയും അമ്മയും മറ്റുള്ള ഒന്നിനെയും ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ
എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പം മറ്റുള്ളവരെ, സാഹചര്യങ്ങളെ പേടിച്ച് ക്രിസ്തു വിശ്വാസി എന്ന് പറയുവാൻ പോലും മടിക്കുന്ന അനേകരുണ്ട്. അപ്പം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രവൃത്തി നാം ചെയ്യണം. ശുശ്രൂഷ ചെയ്യുവാൻ നാം ഭയപ്പെടരുത്. നാം ക്രിസ്തു ഭക്ത എന്ന് എല്ലാവരും പറയുവാനായിട്ട് കഴിയണം. നമ്മൾ മറ്റുള്ള മുമ്പിൽ ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നതായിരിക്കണം. സാഹചര്യങ്ങളെയോ മറ്റുള്ള കാര്യങ്ങളെയോ പേടിച്ച് ഞാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യയല്ല എന്ന് പറയുവാൻ നാം നാം രചിക്കരുത്. പൗലോസ് തിമോഥെയോസിനോട് പറയുന്നുണ്ട്, നീ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ഭക്തനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിന് വേണ്ടി ദൈവഭക്തിക്കൊത്തവണ്ണം അധ്വാനം ചെയ്യുക എന്ന്, കഷ്ടം സഹിക്കുക എന്ന് പറയുന്നുണ്ട്, ത്യാഗം സഹിക്കുക എന്ന് പറയുന്നുണ്ട്. ആ ക്രിസ്തുവിന്റെ സാക്ഷ്യം വേണം. അവന്റെ ഭക്തന്മാരെ കുറിച്ചുള്ള ആ ഒരു ഇത് നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരിക്കലും ലജ്ജിക്കരുത്. സുവിശേഷത്തിന് വേണ്ടി സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്പൊ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷി എന്ന് പറയുവാൻ നാം മടി കാണിക്കരുത്. സാഹചര്യങ്ങൾ മാറിപ്പോകാം, പക്ഷേ നാം അവിടെ ഒന്നും പതരുത്, മുമ്പോട്ട് പോകണം. അതിന് ക്രിസ്തുവിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി നമുക്ക് വേണം. പോളിനെ പോലെ നമുക്ക് പറയണം, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പറയണം. ഇനി നിരാശയിൽ തളരാതെ നിൽപ്പാൻ, ക്രിസ്തുവിനോടുള്ള ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയുടെ ജീവിതമാണ്, സഹനത്തിന്റെ ജീവിതമാണ്. പക്ഷെ അവിടെ തളർന്നു പോകരുത്. അത് രോഗമാകാം, കഷ്ടങ്ങളാകാം, ദുരിതങ്ങളാകാം, എതിർപ്പുകളാകാം, എന്തുവാണെന്ന് വന്നാലും പക്ഷെ അതിൽ തളർന്നു പോകരുത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 4:7 മുതൽ 10 വരെയുള്ളതൊക്കെ നമ്മൾ പഠിച്ചത്. അവിടെ പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ ശക്തിയെക്കുറിച്ച്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ട, യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അപ്പൊ യേശുവിനോടുകൂടെ കഷ്ടം അനുഭവിപ്പാനുള്ള ആ ഒരു കൃപയും വേണം. നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ശക്തി നമ്മിലും വ്യാപരിക്കണം. പൗലോസിനെ പോലെ പറയണം, ആ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണം. അനുഭവിപ്പാൻ കഴിയുന്നുണ്ടോ? ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നുണ്ടോ? പാപത്തോട് നമുക്ക് പോരാടുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ കഷ്ടതകളിൽ ദൈവത്തിന്റെ കഷ്ടതകളിലും നമ്മെ എതിർത്ത് പറയുന്നവരുടെ ഇടയിലും ക്രിസ്തുവിന്റെ സാക്ഷി അല്ലെ ക്രിസ്തുവിന്റെ ശിഷ്യ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നുണ്ടോ? ക്രിസ്തുവിന് വേണ്ടി നമുക്ക് സകലവും ത്യജിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലുമാണ് നാം ക്രിസ്തുവിന്റെ ശക്തി കൂടുതലായിട്ട് അറിയുന്നത്. അത് രോഗം വരുമ്പോൾ മാത്രമല്ല, പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങളും ക്രിസ്തുവിന്റെ ശക്തി നമുക്ക് അനുഭവിപ്പാനായിട്ട് കഴിയണം. പൗലോസ് പറയുന്നുണ്ട് ഇനി രണ്ടാമതായിട്ട് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം, അനുഭവിച്ചറിയണം. വെറുതെ അറിയല്ല, പൗലോസ് കൂട്ടായ്മ അറിയുക. അപ്പം ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതിന്റെ കൂട്ടത്തിലുള്ളതാണ് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയുക എന്നുള്ളത്. അപ്പം കൂട്ടായ്മ എന്ന് നമുക്കറിയാം, കൊയിനോനിയ, ടു ഹാവ് എവറിതിങ് ഇൻ കോമൺ. ക്രിസ്തുവിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിലുള്ള കഷ്ടാനുഭവങ്ങളും നാം അറിയണം. റോമാലേഖനം 8:17 ഇങ്ങനെ പറയുന്നു, നാം ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാണ്. എങ്ങനെയാണ്? നാം അവനോടുകൂടെ തേജസ്കരിക്കേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിക്കാൻ മനസ്സില്ലെങ്കിൽ തേജസ്കരിക്കപ്പെടുവാൻ കർത്താവ് തേജസ്കരിക്കപ്പെടുത്തുകയില്ല. അപ്പം നാം കഷ്ടം അനുഭവിപ്പാൻ മനസ്സുള്ളവർക്ക് മാത്രമാണ് ആ തേജസ്കരണത്തിന്റെ പാതയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഫിലിപ്പ് ലേഖനം 1:29 നമ്മൾ പഠിച്ചതാ. അത് ദൈവം തന്നെ വച്ചതാവുന്നു. എന്തുവാ? ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാനും എന്താ നൽകിയിരിക്കുന്നത്? അനുവാദവും ആഗ്രഹമൊന്നും അല്ല എന്നേക്കുന്നത്, വരം നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അത് കൃപാവരത്തിന്റെ കൂട്ടത്തിലുള്ള ഞാനന്ന് പറഞ്ഞായിരുന്നു, നമ്മൾ മറ്റു പല വരങ്ങൾക്കും വേണ്ടി ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും, അല്ലെ, ഉപവാസമൊക്കെ ചെയ്യും, എല്ലാ വരങ്ങളും കിട്ടാൻ വേണ്ടി. പക്ഷെ കഷ്ടം അനുഭവിക്കാനുള്ള വരത്തിന് വേണ്ടി ഉപവാസം ചെയ്തവർ എത്ര പേരുണ്ടോ? അല്ലെ? ഓക്കെ. മറ്റുള്ളവരിലധികമായി പോൾ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചു. നമുക്കറിയാം 2 കൊരിന്ത്യർ 11 പല കഷ്ടങ്ങളെ കുറിച്ച് 33 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു. അതിനേക്കാൾ കൂടുതലായി ക്രിസ്തുവിന്റെ കഷ്ടതയെ അറിയുവാനായിട്ട്, കാരണം ആ കാര്യങ്ങളെയൊക്കെ പൗലോസ് പറയുന്നത് നൊടി നേരത്തുള്ള എൻ്റെ ലഘുവായ കഷ്ടമെന്നാ പറയുന്നത്. പക്ഷെ അതിലധികമായി ഇനിയും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം. ഇപ്പൊ എവിടെയായിരിക്കുന്നത്?
മരണത്തോട് മല്ലടിച്ച് മരണത്തിന്റെ ആ വിധിക്ക് വേണ്ടി കാത്തിരിക്കുക. എന്താ മുമ്പിലെന്ന് അറിയത്തില്ല. ഇനിയും അവന്റെ കഷ്ടാനുഭവങ്ങളെ അനുഭവിച്ചറിയണമെന്നാ പറയുന്നത്. ഇനി അപ്പൊ ആ കഷ്ടതയിൽ പങ്കുചേരുക. അപ്പൊ നമുക്ക് കൊലോസ്യ ലേഖനം 1:24 ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ കുറവായുള്ളത്, ക്രിസ്തുവിന്റെ കഷ്ടം എന്തെങ്കിലും കുറവായിട്ടുള്ളോ, ആ കുറവായിട്ടുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പം പൗലോസ് ഇത്രയും കഷ്ടത അനുഭവിച്ചിട്ടും ഇനിയും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ കൂട്ടായ്മ അനുഭവിപ്പാനായിട്ട് പൗലോസ് ആഗ്രഹിക്കുന്നത്. കാരണം ക്രിസ്തുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ, ക്രിസ്തു എന്ന വിലയേറിയ നിധി ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ വേറെ ഒന്നുമല്ല, എല്ലാം അതിലും ശ്രേഷ്ഠത ഇല്ലാത്തതാണ്. ക്രിസ്തുവാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇവിടെ. അപ്പം അതുകൊണ്ട് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്ത അനവധിയായ തേജസ്സിന് നിത്യകനം എനിക്കുണ്ടാകാൻ കാരണമായി തീരുന്നു എന്ന് പറയുന്നത്. പെട്ടെന്ന് 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞു പോകാം. അപ്പൊ ക്രിസ്തുവിന് വേണ്ടി കഷ്ടങ്ങൾ അനുഭവിപ്പാൻ ദൈവശക്തി ആവശ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞ പുനരുത്ഥാനത്തിന്റെ ശക്തി ആദ്യം അനുഭവിച്ചറിയണം. അത് കഴിഞ്ഞ് കൂട്ടായ്മ, കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. ആ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയുള്ളൂ. കല്ലറകളെ തകർത്ത പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഏത് ജീവിതത്തിന്റെ ആ അനുഭവങ്ങളെയും തകർക്കുവാനായിട്ട്, അതിനെ നമുക്ക് അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ അങ്ങനെ മാത്രമേ, ആ വലിയ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാനായിട്ട് കഴിയുകയുള്ളൂ. പൗലോസ് 2 കൊരിന്ത്യർ ലേഖനം 1:5-7 വരെ വായിക്കുന്നില്ല, അവിടെ പറയുന്നുണ്ട്. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, കഷ്ടത്തിന് കൂട്ടാളികളാകുന്നു എങ്കിൽ, നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ക്രിസ്തുവിന്റെ ആശ്വാസത്തിലും കൂട്ടാളികളാകുന്നു പറയുന്നു. നാം കഷ്ടം സഹിച്ചാൽ മാത്രമേ ക്രിസ്തുവിനുള്ള ആശ്വാസം നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ 2 തിമോഥെയോസ് 3:12 ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പം നാം ആ ക്രിസ്തുവേശുവിൽ മനസ്സോടെ ഭക്തിയോടെ മനസ്സുള്ളവർക്കെല്ലാം ഇങ്ങനെ കഷ്ടാനുഭവങ്ങൾ ഉണ്ടാകും. അപ്പം ക്രിസ്തുവിന് വേണ്ടി സുവിശേഷം പറഞ്ഞാൽ കഷ്ടാനുഭവം ഉണ്ടാകും, ജോലി നഷ്ടപ്പെടും, കുടുംബത്തിൽ നിന്ന് പോലും വെറുപ്പും എല്ലാം നമുക്ക് അനുഭവപ്പെടും. ക്രിസ്തുവിന് നിമിത്തം നാം എല്ലാവരാലും ഉപദ്രവിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യും. പാപത്തോട് യുദ്ധം ചെയ്യുമ്പോൾ നാം ദിവസവും ക്രൂശുമെടുത്ത് നമ്മുടെ ജഡത്തെ ക്രൂശിക്കുന്നവരായി തീരണം. ജഡത്തെ ഗലാത്യലേഖനത്തിൽ പറയുന്ന 5-ാം അധ്യായത്തിലെ ക്രിസ്തുവിനേശുള്ള ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളിലൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പോലിനെ പോലെ കഷ്ടപ്പെടുന്നവരായിരിക്കണം. നമ്മുടെ കഷ്ടത്തിൽ മാത്രമേ ക്രിസ്തുവിനോട് നമുക്ക് കൂട്ടുവാനായിട്ട് കഴിയുള്ളൂ. അതിന് നമ്മൾ ഒന്നുകൂടെ പറയാം, അവന്റെ 3 കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞത്, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം, അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം. അവന്റെ മരണത്തോട് അനുരൂപപ്പെടുക എന്ന് നമ്മൾ 2:8 കണ്ടു. പൂർണ്ണമായും താഴ്മയോടും അനുസരണത്തോടും സ്വയ തിരസ്കരണത്തോടുള്ള ക്രിസ്തുവിന്റെ ആ ഭാവം, ക്രിസ്തുവേശുള്ള ആ ഭാവം തന്നെ നമ്മൾ ഉണ്ടായിരിക്കുന്ന, അല്ലെ, മരണത്തോളം, ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന, ദിവസേന നമ്മുടെ ഇഷ്ടങ്ങളെ ക്രൂശിക്കുന്ന, നമ്മെ തന്നെ ക്രൂശിക്കുന്നവരായി തീരണം. പൗലോസ് 1 കൊരിന്ത്യർ 15 പറയുന്നുണ്ട്, ഞാൻ ദിവസേന മരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഗലാത്യ ലേഖനം പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തുള്ള വിശ്വാസത്താൽ അത്രയും ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, മരിക്കാതെ ഒരു ഉയർപ്പില്ല. കോതമ്പ് വഴി നിലത്ത് വീണ് ചത്തില്ലെങ്കിൽ വെറുതെ ഇരിക്കും, ചത്താലോ നല്ല ഫലം കായ്ക്കും, അല്ലെ. അപ്പൊ ചത്താൽ മാത്രമേ നല്ല ഫലം കായ്ക്കുവാനായിട്ട് ഇടയായത്തുള്ളൂ. അപ്പം ദൈവത്തിന്റെ വഴികളെ, ലോകത്തിന്റെ വഴികൾക്ക് എതിരെയാണ് നാം ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെടുക, ക്രിസ്തുവിന്റെ ക്രൂശ് വഹിക്കുക. ക്രൂശ് വഹിച്ചാൽ മാത്രമേ കിരീടം പ്രാപിക്കാൻ. പൗലോസ് പറഞ്ഞ, നല്ല പോർ പൊരുത്, ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരുന്നു. എന്തായിരുന്നു നല്ല പോരെ? ആ ലോകത്തിലുള്ളതിനെല്ലാം തനിക്കുള്ള ലാഭമായിരുന്നതിനെയൊക്കെ ചവറം തന്നെ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നു. അതാ നല്ല പോർ പൊരുത്, ആ ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം. ഇപ്പൊ ഈ ആദ്യമേ കിരീടം പ്രാപിക്കാനല്ലായിരുന്നു നോക്കിയിരുന്നത്. അല്ല, ക്രിസ്തുവിന് വേണ്ടി മരിച്ചാൽ മാത്രമേ അവനോടുകൂടെ ജീവിപ്പാനായിട്ട്, അവനോടുകൂടി നിങ്ങൾ മരിച്ചുവെങ്കിൽ, കൂടെ ജീവിക്കാൻ സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. നാം അവനെ തള്ളി പറയുന്നുവെങ്കിൽ അവൻ നമ്മയും തള്ളിക്കഴി. ഈ വചനം വിശ്വാസ്യമാകുന്നു. കർത്താവ് തന്റെ സ്വഭാവം ഒരിക്കലും ത്യജിക്കുകയില്ല. അപ്പം നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുന്ന അവന്റെ ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അവസാനം നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തും. അത് നമുക്ക് ശരിയാ. പക്ഷെ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഓരോ ദിവസവും പാപത്തിന്റെ ആ ഒരു ശക്തിയിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കേണ്ടതുണ്ട്. എഫെസ്യർ ലേഖനം 3:20 പറയുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നു
അത്യന്തം പരമായി നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ. അപ്പം നമ്മിലൊരു ശക്തിയുണ്ട്. പൗലോസ് പറയുന്ന ആ ശക്തി എനിക്ക് കൂടുതൽ അറിയണം, കഷ്ടാനുഭവങ്ങൾ അറിയണം, ക്രിസ്തുവിന്റെ ആ പുനരുത്ഥാനത്തോട് എനിക്ക് മരണത്തോട് അനുരൂപപ്പെടണം. നമ്മുടെ ജീവിതം എന്ത്? ക്രിസ്തുവിനെ നേടുന്നതിൽ, ആ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിൽ നമ്മുടെ ജീവിതത്തെ നമുക്കും ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ഈ വചനങ്ങളെ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.